കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവിധങ്ങളായ ജീവിത ദുരിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. മേഘരൂഢനായി വരും നീതാ പിറവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശുമിശിഹ. കോടാകോടിതൻ ദൂതസൈന്യവുമായി മേഘരൂഢനായി വരും നീതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശുമിശിഹ. വീശി ആഹാ ഹല്ലേലൂയ 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 ആഹാ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഉണർവ് നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴിയായി കർത്താവ് നൽകിയ എല്ലാ കൃപാദാനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളെ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് ബലമായിരിക്കുന്ന പരിശുദ്ധ പരമ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് ആനന്ദമായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളെ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധന തിരുമണിക്കൂറുകളിലൂടെ നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായ ദൈവവചനങ്ങൾ ലഭിക്കുന്നതിന് അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളാക്കി ഈ മണിക്കൂറുകൾ മാറ്റുന്നതിനും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, നിന്റെ അഭിഷേകത്താൽ നിന്റെ തിരുവചനത്താൽ നിന്റെ വലിയ ഇടപെടലുകൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നടക്കേണ്ട പാതകളെ കാണിച്ച് ആ പാതയിലൂടെ ഞങ്ങൾ നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും മൗനമായി നമ്മുടെ വിവിധ ആവശ്യങ്ങൾ ഉടമ്പടിയിലൂടെയും തീർത്ഥാടോടമ്പടിയിലൂടെയും ഓൺലൈൻ ഉടമ്പടിയിലൂടെയും ലൈറ്റ് കാൻബറ റിക്വസ്റ്റുടെയും നമ്മൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങൾ സമർപ്പിച്ച് ഇതുവരെ നമുക്ക് ലഭിക്കാതെ പോയിട്ടുള്ള എല്ലാ നിയോഗങ്ങളും കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഈ തിരുമണിക്കൂറുകളിലൂടെ നമ്മളായിരിക്കുന്നവരെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് പരിശുദ്ധയുടെ മാധ്യസ്ഥ സഹായം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മൗനമായി നമുക്ക് ആയിരിക്കാം.
നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരിക്കൽ കൂടി ഇരു കരങ്ങൾ ഉയർത്തി നമുക്ക് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഈ തിരുമണിക്കൂറിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അഭിഷേകത്തിന്റെ അഗ്നിയാൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. കർത്താവേ നിന്റെ അഭിഷേകത്തിന്റെ അഗ്നി നിറയ്ക്കണമേ. നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു, ഞങ്ങൾക്ക് മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ നന്ദി. ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നിന്റെ മഹത്വം, നിന്റെ സാന്നിധ്യം, നിന്റെ അഗ്നി ഈ നിമിഷം ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ദൈവം ഉന്നത ദേവൻ നീതിയിൽ സൂര്യൻ രാജാതിരാജന മിശിഹാ അവൻ അത്ഭുത പ്രഭവാൻ ദൈവം നിത്യതാതനം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൽ സൂര്യൻ രാജാതിരാജനാം മിശിഹാ ഹല്ലേലൂയ വീശിക്കൊണ്ട് ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം മഹത്വം. ദൂതസൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മിശിഹാ കോടിതൻ ദൂതസൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മിശിഹാ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ മഹത്വം കർത്താവേ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി അങ്ങേ മഹത്വം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന 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 വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഇരിക്കുക. ഓൺലൈനിൽ ഈ ധ്യാനം കൂടുന്നവരെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കൃപ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എല്ലാവർക്കും ലഭ്യമാകുന്നതിന് എൻ്റെ പ്രിയപ്പെട്ടവനെ, നമുക്കറിയാം കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്. ഉടമ്പടിയും കൃപയും തമ്മിൽ ആണ് ബന്ധം. നമ്മൾ കാര്യങ്ങൾ എല്ലാം ചെയ്യണത്, എല്ലാ ജീവിത മുന്നേറ്റങ്ങളും നടത്തുന്നത്, ജീവിത ഉത്തരവാദിത്തങ്ങളുടെയും ബാധ്യതകളുടെയും ഒക്കെ നമ്മൾ അതിജീവിക്കുന്നത് പവർ എന്ന ഒറ്റ സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ്. പവർ മീൻസ് ശക്തി. ഇതിൽ ശക്തി ജീവിത മുന്നേറ്റം നടത്താൻ വേണ്ടി രണ്ട് തരം ശക്തികളെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പഠനം, പ്രാർത്ഥന, പരീക്ഷ, വിവാഹം, മക്കൾ, ജോലി, ഇങ്ങനെയുള്ള എല്ലാ ജീവിത അവസ്ഥകളെ അഭിമുഖീകരിക്കാൻ മനുഷ്യൻ ഉപയോഗിക്കുന്ന സോഴ്സ്, സ്രോതസ്സ് പവർ എന്ന ഒറ്റ സ്രോതസ്സാണ് ശക്തി. ഈ ശക്തി തന്നെ രണ്ട് തരമുണ്ട്. ഒന്ന് മാനുഷികമായ ശക്തിയുണ്ട്. മാനുഷികമായ ശക്തിയുടെ അടിസ്ഥാനം നമ്മുടെ പണം, ആരോഗ്യം, വിദ്യാഭ്യാസം, നമ്മുടെ സ്വാധീന ശക്തി, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മാനുഷികമായ ശക്തിയിൽ. ബുദ്ധിയൊക്കെ മാനുഷികമായ ശക്തിയുടെ ഭാഗമാണ്. ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ബുദ്ധി ഓർമ്മശക്തിയും കൂടി ഉപയോഗിച്ചാൽ നമ്മളെ ഓർമ്മയ്ക്ക് ശക്തി എന്ന് കൂടി നമ്മൾ പറയും, അല്ലേ? ഓർമ്മശക്തി എന്നല്ലേ പറയുന്നത്, പറയേണ്ട ആവശ്യമില്ല, ഓർമ്മയെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇറ്റ് ഈസ് ബേസിക്കലി അനുഭവ തലത്തിൽ ഓർമ്മ ഒരു ശക്തിയാണ്, ബുദ്ധിയെപ്പോലെ തന്നെ ഒരു ശക്തിയാണ്. കാഴ്ച ശക്തി, കേൾവി ശക്തി എന്നൊക്കെ നമ്മൾ പറയണം, അല്ലേ? കാണുന്നതിന് കാഴ്ച ശക്തി എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഹ്യൂമൻലി സ്പീക്കിംഗ് അതെല്ലാം പവറാണ്, ഫാക്കൽറ്റീസാണ്. അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പവറാണ്. ഇനി വയസ്സും പ്രായമാകുമ്പോൾ കാഴ്ച ശക്തി നശിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ശക്തി നശിച്ചു, അതൊരു പ്രതിഭാസമാണ്. ശക്തി നശിച്ചു പോവുക. ഇപ്പം ഞാൻ തന്നെ കണ്ണട വെച്ചിരിക്കുകയാണ്. എനിക്ക് കണ്ണട വെച്ചില്ലെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ചെറിയ അക്ഷരങ്ങളുടെ മേലുള്ള എൻ്റെ സ്വാധീന ശക്തി കുറവാണ്. കേൾവി ശക്തി എന്നാണ് പറയുന്നത്. പിന്നെ മസിൽ പവറുണ്ട്, അല്ലേ? മസിൽ പവർ, മസ്കുലർ ശക്തി, പേശിബലം, എല്ലാം ഒരു ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബുദ്ധി എല്ലാം ഒരു ശക്തിയാണ്.
ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സാണ് ശക്തി. ഈ ശക്തിക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പം, ഇത് ഒരു ടൈം കഴിഞ്ഞാൽ അതിങ്ങനെ ക്ഷയിച്ചു വരും. ഈ ക്രൈസിസിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ശക്തി എന്ത് ശക്തി ആയിക്കൊള്ളട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞത്, അദ്ദേഹത്തിന് 2 കോടി രൂപ കടം. കഴിഞ്ഞ ധ്യാനത്തെ ഞാൻ ഓർപ്പിച്ചാണ്. അത്രയും ആസ്തി ബിസിനസ്സുള്ള ഒരാളാണ്. പക്ഷെ പ്രളയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി ഒഴുക്കി കൊണ്ടുപോയി. കാര്യം എങ്ങനെ, പുരക്ക് മുകളിലല്ലേ വെള്ളം പോണത്, ഫാക്ടറിക്ക് മുകളിൽ കൂടി വെള്ളം പോയി. അപ്പോൾ 30 അടി 30 മീറ്ററൊക്കെ ഉയരം വെള്ളം ഉയർന്ന പത്തനംതിട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ ഫേംസ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറി നഷ്ടപ്പെട്ടു, ശക്തി പോയി, പിന്നെ കടക്കാരനായി മാറി. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര ഒരു പവർ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ ശക്തി പോകും. ഇങ്ങനെ ശക്തി, ആബ്സെൻസ് ഓഫ് പവർ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? അതിന് വാട്ട് ഈസ് ദ ഡിവൈൻ പ്രൊവിഷൻ? ദൈവത്തിൻ്റെ അതിനുള്ള പാക്കേജ് എന്താണ്? അതാണ് ബൈബിൾ അന്വേഷിക്കുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ഒരു സെറ്റപ്പിൽ നിങ്ങളുടെ ശക്തി പോയാൽ, നിങ്ങളുടെ ബിസിനസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജെയ്സൺ തോമസ് എന്ന് പറഞ്ഞൊരാൾ സാക്ഷ്യം പറഞ്ഞു. ജെയ്സൺ തോമസ് എന്നെ അട്രാക്റ്റ് ചെയ്തൊരു സാക്ഷ്യമാണ്. ജെയ്സൺ തോമസിൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം മസ്കറ്റിലൊരു ഇൻഷുറൻസ് ബ്രോക്കറേജ് നടത്തുന്ന ആളാണ്. ഈ ഉടമ്പടിയുടെ ഒരു കാര്യം ഭയങ്കര രസമാണ്. മനുഷ്യന്മാരുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളെയും ഇതിങ്ങനെ ശരിക്കും താങ്ങി നിർത്തുന്നുണ്ട്. പണ്ടത്തെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു രീതിയല്ല, രോഗശാന്തിയും മദ്യപാനം അവസാനിപ്പിക്കണമല്ല. ഉടമ്പടിയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, ഓൾമോസ്റ്റ് ഓൾ ഒരു ആധുനിക മനുഷ്യൻ കടന്നു പോകുന്ന സങ്കീർണമായ എല്ലാ മേഖലകളിലും അവൻ്റെ ഒപ്പം നടക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഒരു ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യന്, ഈ ഇൻഷുറൻസ് ബ്രോക്കറേജ് മസ്കറ്റിലെ കമ്പനി പെട്ടെന്ന് ഫ്ലോപ്പായി. ഇയാളുടെ പോലും ശമ്പളം കുടുങ്ങിപ്പോയി. തലശ്ശേരിക്കാരനാണ്, ശമ്പളം കുടുങ്ങിപ്പോയി. 5 മാസത്തെ ശമ്പളമൊക്കെ കിട്ടാനുണ്ട്. നല്ല മിസ്മാനേജ്മെൻ്റ് വന്ന കമ്പനിയാണ്, നല്ല ഭംഗിയായിട്ട് പോകുകയായിരുന്നു. ഈ തോംസൺ ഓക്കെയാണ്, പക്ഷേ സ്റ്റാഫെല്ലാം പറയുന്നുണ്ട്, സാറേ എങ്ങനെയെങ്കിലും സാറ് ഈ കമ്പനിയുടെ തലപ്പത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ സംഭവം കൊളാപ്സ് ആകും കേട്ടോ എന്ന് പറയും. പക്ഷെ തലപ്പത്ത് വരുന്നതിന് ഇയാളെക്കാൾ സീനിയോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ആ കമ്പനിയിലുണ്ട്. അവരെ ഓവർടേക്ക് ചെയ്യാൻ ഇയാൾക്ക് പറ്റത്തില്ല. അത് എല്ലാ ഫേംസിനും ഉള്ളൊരു ബാധ്യതയാണ്. ആ ഫേംസിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും. അവർ ചിലപ്പോൾ ആ കമ്പനിയുടെ വളർച്ചയ്ക്കൊപ്പം ചിലപ്പോൾ എഡ്യൂക്കേഷനോ എക്സ്പീരിയൻസോ മാസ്റ്ററിയോ ഒക്കെ ഉണ്ടാകത്തില്ല. അത് എല്ലാ കമ്പനികൾക്കും ഉണ്ട് ശേഷം. അത് തുടക്കത്തിൽ അത്ര അവർ ഉദ്ദേശിച്ച് കാണത്തില്ല. ചിലപ്പോൾ വരെ ചിട്ടി കമ്പനിയായിട്ട് തുടങ്ങിയ സംഭവമായിരിക്കും, അപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും. ഇൻഷുറൻസ് ബ്രോക്കറേജ് ഇൻ്റർനാഷണലായിട്ട് മാറിയപ്പോൾ അതിനാവശ്യമായ ഇൻ്റലിജൻ്റൊക്കെ വേറെ ഒരു മാസ്റ്ററിൽ നിന്നാണ് വരേണ്ടത്. അപ്പം ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർക്കുണ്ട്, പക്ഷെ അവരെ മാറ്റാനും പറ്റത്തില്ല. അവിടെ ശമ്പളം തന്നെ 1 കോടി രൂപയാണ് ഒരു വർഷം. അവിടുത്തെ സിയോയുടെ ശമ്പളം ഒരു വർഷം 1 കോടി രൂപയാണ്. ദാറ്റ് മീൻസ് 10 ലക്ഷം രൂപ അടുത്ത് വരുന്നുണ്ടല്ലോ. 10 ലക്ഷം രൂപ അടുത്ത് ഒരു മാസം ശമ്പളം വരുന്നുണ്ട്. 10 ലക്ഷം രൂപ അടുത്ത് ഒരു മാസം ശമ്പളം വരുന്ന ഒരാളെ ഒരു കമ്പനി തീറ്റിപ്പോറ്റിയാൽ എത്ര കാലം കമ്പനിക്ക് സർവ് ചെയ്യാൻ പറ്റും? പറ്റത്തില്ല. അങ്ങനെ ഈ സാധനം ഇങ്ങനെ ഈ റോക്കറ്റ് വിട്ട പോലെ തന്നെ തിരിച്ചു കുത്തണ പോലെ കടലിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ കുത്തി ഇയാളുടെ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ സിയോയുടെ താഴെയുള്ള ആളാണ്. അയാളുടെ ശമ്പളം 5 മാസത്തേക്ക് പെൻഡിങ്ങായി. സ്റ്റാഫിൻ്റെ ശമ്പളം പെൻഡിങ്. അപ്പോഴാണ് ഈ സുഹൃത്ത് ഉടമ്പടിയെക്കുറിച്ച് പറയണത്. ഇതാണ് ഞാൻ പറഞ്ഞു, ഉടമ്പടി അറ്റ കൈയാണെന്ന് പറയാൻ കാരണം എന്താണ്? ഇയാളുടെ ഹ്യൂമൻ പവർ ലോസായി. ഈ കമ്പനിക്ക് ഇനി എത്ര ബുദ്ധിശക്തി ഉണ്ടായിട്ടും കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ നല്ല CA IAM പഠിച്ച ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് എന്നും ശമ്പളം കിട്ടണില്ല. അവരെത്ര ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിലും
എഡ്യൂക്കേഷൻ കലിബറുള്ളവരാണെങ്കിലും ഈ കമ്പനിയുടെ അകത്ത് അവർക്ക് സർവൈവിങ് ഇല്ല. അതാണ് ശക്തി പോണെന്ന് പറയണത്. ശക്തി പോണത് എത്ര കപ്പാസിറ്റി ആൾക്കാർ, നിങ്ങളും ചിന്തിക്കണം, എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് അല്ല പ്രശ്നം. നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായാൽ നമ്മളൊരു ബ്ലാങ്കായി പോകും. അപ്പം അങ്ങനെ ഈ കമ്പനി സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യന് ഉടമ്പടി ചെയ്യും. ഉടമ്പടിയിലൂടെ ഒരു പ്രശ്നം, ഉടമ്പടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്ന ഫോർമാറ്റ് തന്നെ അത് ഹ്യൂമൻ പവറിലല്ല, ഒരു ഹ്യൂമൻ പവറിലല്ല ഇത് വർക്ക് ചെയ്യണത്. ഹ്യൂമൻ പവർ എന്ന് പറയുന്നതാണ് എല്ലാ കമ്പനികളുടെയും ഒക്കെ ഒരു ആസ്തി എന്ന് പറയുന്നത്. സാധാരണ ആസ്തി നമ്മളെ മനുഷ്യധനമെന്ന് പറയത്തില്ലേ നമ്മൾ, ആൾക്കാരുടെ ഹ്യൂമൻ പവർ. അതുപോലെ ആൾക്കാരുടെ ആസ്തി എന്ന് പറയണത് ബുദ്ധിയും എഡ്യൂക്കേഷനൊക്കെ. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണില്ല ഇവിടെ. ഇത് ക്ഷയിച്ചപ്പോൾ കമ്പനിയെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നാൽ പിന്നീട് ബൈബിൾ പറയണത് ഈ മനുഷ്യൻ്റെ പവർ ബലഹീനമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി വർക്കൗട്ട് ചെയ്യാൻ നിലവിൽ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് ഇല്ല. നമ്മൾ നൊവേന കൂടുന്നുണ്ട്, പ്രാർത്ഥന കൂടുന്നുണ്ട്, സിംഗിൾ എഡ്ജാണ് സാധനം. ഈ സിംഗിൾ എഡ്ജിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം മേജർ പ്രോജക്റ്റ് എടുക്കാൻ പാടായിരിക്കും. കാര്യം അതിനകത്ത് ദൈവം കക്ഷിയല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ മാത്രമാണ് കക്ഷി, നമ്മളെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മാത്രമാണ് കക്ഷി. ബാക്കി ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ സമർപ്പിക്കുകയാണ്. അത് ദൈവം അക്സെപ്റ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല. ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്, ഉഭയകക്ഷിയാണ്. ഞാനൊരു കക്ഷി, എൻ്റെ വിഷയത്തിന് ദൈവവും കക്ഷിയാണ്. ദൈവത്തിന് കുറച്ച് നിബന്ധനകളുണ്ട്, എനിക്ക് നിയോഗമാണുള്ളത്. ഇത് ബൈബിളിൻ്റെ ഒരു പ്ലാൻ ആൻഡ് സ്കീമാണ്, ആദ്യം മുതലേ ഉള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ബലഹീനത വന്നാൽ പിന്നെ അടുത്ത ഓപ്ഷൻ ഹ്യൂമൻ പവർ ലോസായി കഴിഞ്ഞാൽ, ബുദ്ധിയായാലും ശക്തിയായാലും ധനമായാലും ഹ്യൂമൻ പവർ ലോസായി കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ ഡിവൈൻ പവറാണ്. ഡിവൈൻ പവറിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് കൃപയെന്ന്. നമ്മൾ കൃപയെന്ന് പറയുമ്പോൾ പ്രസാദം എന്നൊക്കെ പറയാം. അതൊന്നും അല്ല സംഭവം. ഇറ്റ്സ് എ പവർ. അത് എപ്പോഴുള്ള ഇതിൻ്റെ ഫണ്ടമെൻ്റൽ വേർഡ് എന്ന് പറഞ്ഞാൽ 2 കൊറിന്ത്യസ് 10:9. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊറിന്ത്യസ് 10:9 ശ്രദ്ധിക്കട്ടെ. 2 കൊരിന്തോസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. ഏറ്റു പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എൻ്റെ ശക്തി മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അപ്പൊ ബലഹീനത വന്നാൽ, ഇപ്പം ജെയ്സൺ തോമസ് എന്താണ്, ഒരു ബലഹീനതയിലാണ്. എന്താണ്, കമ്പനി ലാപ്സായി പോയിക്കൊണ്ടിരിക്കുന്നു. അയാൾക്ക് ശമ്പളം കിട്ടിയിട്ട് 5 മാസമായി. ഈ ബലഹീനത ഇനി പ്രവർത്തിക്കാൻ എന്താ പറയണത്? അടുത്ത വായിച്ച് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത്. ഇനി കമ്പനി പൊക്കിയെടുക്കാൻ ദൈവത്തിന്റെ ശക്തി മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ശക്തി വേണമെന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. സാധാരണ ലെവലിലുള്ളതിന് അത്ഭുതം എന്നല്ല പറയണത്. സാധാരണ അവർ കഴിഞ്ഞ കൂടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പക്ഷേ എക്സ്ട്രാ ഒരു വിഷയം വന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു പ്രോജക്റ്റേ ഉള്ളൂ, അത് ഉടമ്പടിയാണ്. അത്ഭുതം ഈ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ജെയ്സൺ തോമസിൻ്റെ കമ്പനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മാനുഷികമായിട്ട് ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെയുള്ളത് എന്താണ്? ദൈവികമായ ശക്തി പ്രവർത്തിക്കണം. ദൈവമായ ശക്തി പ്രവർത്തിക്കണം. ദൈവം പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റിലേക്ക് നമ്മൾ വരണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഫോർമാറ്റ് എന്താണ്? ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് ഉടമ്പടിയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 34:10. പുറപ്പാട് 34:10. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 34:10. പുറപ്പാട് 34:10. അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് അരുളി ചെയ്തു,
അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ഇതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഉടമ്പടിയും അത്ഭുതവും തമ്മിലാണ് ബന്ധം. അത്ഭുതങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും, ഇപ്പം നമ്മൾ കൃപാസനത്തിൻ്റെ നിങ്ങൾ പുതിയ യൂട്യൂബ് കണ്ടോ? ഒരു ദിവസം 100 സാക്ഷ്യം വെച്ചാൽ കിട്ടണത്. അത്ഭുത സാക്ഷ്യങ്ങൾ ഒരെണ്ണം 100 എണ്ണം. ഇപ്പോൾ പുതിയതല്ല, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ആദിമസഭയുടെ മുഖമുദ്രയാണ്. അത് അപ്പോസ്തലന്മാരൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ അപ്പോസ്തലന്മാരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയണതും പ്രവാചകന്മാർ, അതുപോലെ തന്നെ സുവിശേഷ പ്രഘോഷകർ, അത്ഭുതം പ്രവർത്തിക്കുന്നവർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങൾക്ക് അത്ഭുതം, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അത്ഭുതം പ്രവർത്തിക്കുന്നവർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. 1 കൊരിന്തോസ് 12:28. 1 കൊരിന്തോസ് 12:28. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നിയമനമാണ് ശരിക്കും. ഇപ്പൊ സഹായകരെന്ന് പറഞ്ഞു കണ്ടില്ലേ? അപ്പൊ ആദ്യം അപ്പോസ്തലന്മാർ, പിന്നെ പ്രവാചകര്, 4ാം സ്ഥാനത്താണ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നവർ, 5ാം സ്ഥാനത്താണ് രോഗശാന്തി പ്രവർത്തിക്കുന്നവരും, അതിൻ്റെ കൂടെ തന്നെയാണ് സഹായകർ. സഹായകരെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ തന്നെ ഇവിടെ എന്തുമാത്രം എത്രയോ വർക്കേഴ്സ്, 100 വർക്കേഴ്സ് ഉണ്ട് ഇവിടെ. ശുശ്രൂഷകർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണത്. 10 ഉടമ്പടിക്കേണ്ട 13 കൗണ്ടേഴ്സ് ഉണ്ട്. ഈ 13 കൗണ്ടേഴ്സ് കൊണ്ട് 4.5 മണിക്കൂർ കൊണ്ടാണ് ഉടമ്പടി പ്രോസസ്സായി എടുക്കുന്നത്. അതിനുള്ളിൽ 100 പേരുടെ സഹായം നമുക്ക് കിട്ടിയാലേ ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തുള്ളൂ. അത് സഹായിക്കുന്നു. പക്ഷേ അത് സഹായം ഒരു ശുശ്രൂഷയാണ്, അതൊരു ഫങ്ഷനല്ല, ഒരു വർക്കല്ലത്, അതൊരു മിനിസ്ട്രിയാണ്. സഹായകരെ ആദിമസഭയിലുണ്ടായതാണ്. പക്ഷേ ഇതെല്ലാം അപ്പോസ്തലന്മാർക്ക് വിധേയമായിരിക്കണം. അപ്പോസ്തലന്മാരുടെ സ്ഥാനത്തുള്ള ആരാണ്? ബിഷപ്പുമാരാണ്. അതുപോലെ അതിനുശേഷം ഈ പ്രവാചകന്മാർ വരെ ബിഷപ്പുമാരാണ്. അതിനകത്ത് പ്രഘോഷകരുണ്ടാവും, പ്രവാചകരുണ്ടാവും. അതെല്ലാം വചന പ്രഘോഷമായിട്ട് ബന്ധപ്പെട്ട മിഷണറീസാണ്. അപ്പോൾ അവരെല്ലാം ആരായാലും ശരി അപ്പോസ്തലനും വിധേയമായിരിക്കണം. അപ്പോസ്തലനാണ് അധികാരം ദൈവം കൈമാറിയിരിക്കുന്നത്. അപ്പോൾ ഇത് സഭയുടെ ഒരു സ്ട്രക്ചറാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചില സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കേണ്ടാതെ നിക്കക്കളില്ലാതെ വരുമോ? ഇപ്പോൾ ജെയ്സൺ തോമസിൻ്റെ പ്രശ്നം അതല്ലേ? ജെയ്സൺ തോമസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറപ്പാട് 34:10 അനുസരിച്ച് കൊണ്ട് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കാൻ തന്നെയാണ്, ഒരു സംശയമില്ല കരുതിൽ. പക്ഷേ ആ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഈ ജെയ്സൺ തോമസ് എന്താ ചെയ്തിരിക്കണത്? ഉടമ്പടി എടുത്ത ഉടനെ എന്ത് അത്ഭുതമാണ് അവിടെ നടന്നത്? ഉടമ്പടി എടുത്ത് ആ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, ആ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ്. ഈ ജെയ്സൺ തോമസ് കൂപ്പുകുത്തണ തൻ്റെ സീറോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തകർച്ചയെ ബാധിക്കുന്ന കമ്പനി രക്ഷപ്പെടാൻ വേണ്ടി മാതാവുമായിട്ട് മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡുകൾക്കുള്ളൊരു ഒരാഴ്ചക്കുള്ളൊരു സംഭവം നടക്കും. എന്താണ്? ബർബേഷ എന്ന് പറയുന്ന ഒരു ഗുജറാത്തുകാരനാണ് CEO. അയാളാണ് ഇതിനെ തലപ്പത്തിരിക്കുന്നത്. അയാളുടെ സ്റ്റിയറിങ്ങിലാണ് കമ്പനി പോണത്. അയാൾക്കാണ് 1 കോടി രൂപ ശമ്പളം, ഒരു വർഷമാണ് 10 ലക്ഷം രൂപ വെച്ച് മാസം. അയാൾ ഈ ഉടമ്പടി എടുത്തോടുകൂടി പൊടുന്നനെ രാജിവെച്ച് പോകും, ആരോടും ചോദിക്കാതെ.
പൊടുന്നതിനെ രാജിവെച്ച് പോവുകയും കമ്പനിക്ക് പിന്നെ ഓഫർ കിട്ടുകയും പെട്ടെന്ന് കമ്പനി ഷൂട്ടപ്പ് ചെയ്തിട്ട് ജെയ്സൺ തോമസ് CEO ആവും. ഇതിൻ്റെ വിഷയം അതാണ്. ഇത് നമ്മൾ നടക്കുന്ന ഒറ്റ ആഴ്ച കൊണ്ട് നടക്കുന്ന അത്ഭുതമാണിത്. അങ്ങനെ ചില ജീവിതത്തിൻ്റെ ചില ഭാഗത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കാതെ വേറെ ഒരു മാർഗമില്ലാതെ വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്, ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഉടമ്പടി എടുക്കാവൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ കക്ഷി ചേർക്കാതിരിക്കണം നല്ലത്. കാര്യം ദൈവത്തിൻ്റെ നമ്മളിൻ്റെ അകത്ത് കക്ഷിയാക്കുമ്പോൾ ഫുൾ ആൻഡ് ഫുൾ ദൈവമായിരിക്കണം. ഇത് മറ്റത് കുറച്ച് നിങ്ങളിലും ആശ്രയിക്കും, ദൈവത്തിനും ആശ്രയിക്കും. ഇപ്പം നിങ്ങൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ, നല്ലോണം പഠിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം അതിൻ്റെ അകത്ത് കക്ഷിയാക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് നേരത്തെ തന്നിട്ടുള്ളതാണ്. ഉൽപ്പത്തി 1:28 സന്താന പുഷ്ടിയുടെ പെരുകണം, ഭൂമിയെ കീഴടക്കണം. അപ്പോൾ ജീവിതം ഏത് സാഹചര്യത്തിലാണെങ്കിലും ജീവിതത്തെ കീഴടക്കാനുള്ള ബുദ്ധിയും ശേഷിയും ശേമുഷിയും ഒക്കെ ദൈവം ഓൾറെഡി ബൈ ബർത്ത് ഇറ്റ് ഈസ് ഗിവൺ. അതിന് ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഈ ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായാൽ ആണ് ഉടമ്പടി വരണത് ശരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബീന എസ് നായർ ഒരു സാക്ഷ്യം പറഞ്ഞു. ബീന എസ് നായർ ആ സാക്ഷ്യമുണ്ട്. എന്താ സാക്ഷ്യം എന്ന് പറയുന്നത്? അവരൊരു ജ്യോതിഷിയാണ്, ജ്യോതിഷം പഠിച്ച ആളാണ്. അപ്പോൾ അവരത് പറയുന്നുണ്ട്, ഞാൻ ജ്യോതിഷിയാണ് എന്ന് പറയും. പക്ഷെ അവരുടെ സാക്ഷ്യം എന്താണ്? അവരുടെ മകന് 1, 2, 3, 136 കല്യാണമാണ് വരണം. 136 കല്യാണം അവരത് പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. 136 കല്യാണം വന്നിട്ട് ഒരെണ്ണം പോലും ഒക്കണില്ല. ഇവനിപ്പോൾ എന്നാ പറ്റി? 36 വയസ്സായി. അപ്പം മെരിട്ട് പോയി. 36 വയസ്സെന്ന് പറയുമ്പോൾ യൂറോപ്യൻസാണ് സാധാരണ 35 വയസ്സിൽ കെട്ടണത്, കല്യാണം കഴിക്കണത്. അവരുടെ പഠനവും പ്രൊഫഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് കുറേ ആൾക്കാർക്ക് ഉപേക്ഷിച്ച് അങ്ങനെ അവസാനം ചൂസ് ചെയ്ത് ആരെങ്കിലും ഒരാളെ കല്യാണം കഴിക്കും. എന്തെങ്കിലും നിൽക്കുന്നുണ്ടാകുന്നത് വേറെ വിഷയം. അത് അവരുടെ കൾച്ചറിൻ്റെ ഒരു വിഷയമായിട്ട് മാറുകയാണ്. പക്ഷെ നമ്മുടെ കൾച്ചർ അങ്ങനെയല്ല. നമ്മുടെ കൾച്ചറിൽ ഇപ്പോൾ 18 വയസ്സ് തന്നെ ആൾക്കാർ കല്യാണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പണ്ട് പോലെ ഇവിടെ നിലവിലുള്ള ആചാരമാണ്. അതല്ലേ ഈ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് ഗവൺമെൻറ് പറയണത്. അതിൻ്റെ ഉദ്ദേശത്തിന് പല ഉദ്ദേശമുണ്ട്. കാര്യം ഇവിടുത്തെ ഒരു പൗരനാകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവായിട്ടുള്ളൊരു കോഡ് വേണമെന്ന് ഒരു സെക്കുലർ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇവിടുത്തെ കല്യാണപ്രായം ഒരു 24 വയസ്സാണ് ഒരു മിനിമം. അതായി ആ മിനിമത്തിൽ നിന്ന് മാറിയിട്ട് മെറിറ്റ് പോവുകയാണ്. ഹൗ ഹീസ് ലൂസിങ് ഹിസ് മെറിറ്റ്, ദാറ്റ്സ് ഐ ആം പോയിൻറ്റിങ്. അതായത് അയാളുടെ മെറിറ്റ് എങ്ങനെയാണ് പോണത്? 24 വയസ്സ് കഴിഞ്ഞ് 25 വയസ്സായി, 26 വയസ്സായി, 30 വയസ്സായി, 31ആയി, 32ആയി, കല്യാണം ഇങ്ങനെ വരുന്നു പോകുന്നു, ഒന്നും ഒക്കണില്ല. 36 വയസ്സായി, 136 കല്യാണങ്ങൾ വരുന്നെന്ന് പറയുമ്പോൾ അവിടെ മെറിറ്റ് 0 മെറിറ്റ് വന്നു. മാനുഷ്യമായി 0 മെറിറ്റായി. ഈ 0 മെറിറ്റായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഉടമ്പടി വർക്ക് ചെയ്താൽ എങ്ങനെ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുന്നുണ്ട്. മെറിറ്റിനകത്ത് അവിടെ ഒരു സാധനവും ഇല്ല. നിങ്ങളെന്താ പറയുക, പല കാര്യങ്ങളും നിങ്ങൾക്ക് മെറിറ്റുള്ള കാര്യങ്ങളാണ് ഉടമ്പടി വെക്കണത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരണത്. നിങ്ങൾക്കോ ഇതിപ്പോൾ പ്രാർത്ഥിച്ചില്ല നടക്കും. എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ഇപ്പം ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറയത്തില്ലേ? എൻ്റെ ആങ്ങളെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അത് ലൈഫിൻ്റെ വീട് വരുമ്പോൾ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ കൊണ്ടുവന്ന് മാതാവിനോട് വീട് തരണമെന്ന്, ലൈഫിലെ വീട് തരണമെന്ന് പറയുമ്പോൾ വിഷയമാകും. കാര്യം എന്താണ്? മെറിറ്റ് നിങ്ങൾ ഓൾറെഡി ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ആങ്ങളെ വെച്ച് നിങ്ങളുടെ മെറിറ്റ് ഹൈജാക്കാക്കി. പിന്നെ അത് ഉടമ്പടി വെച്ച് ദൈവത്തിന് എന്താ നാണം കെടുത്തണത്? അവിടെയാണ് ലാഗിങ് വരണത്. ഉടമ്പടി ലാഗിങ് വരരുത്. ഇത് 0 മെറിറ്റാണ്. ഇപ്പോൾ ബീന എസ് നായറിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് 136 കല്യാണം കഴിഞ്ഞു, വന്നു പോയി, കണ്ടിട്ട് ഒന്നിനും ഒത്തില്ല. പിന്നെ അദ്ദേഹത്തിന് 36 വയസ്സുമായി. 0 മെറിറ്റാണ്. ഈ 0 മെറിറ്റുള്ള ആൾ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ ആ ആഴ്ചത്തെ കല്യാണം നടക്കണത് എങ്ങനെയാണ്? ഇതാണ് പുറപ്പാട് 34:10. എന്താണ്? ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യാം. നിനക്ക് 0 മെറിറ്റാണെങ്കിലും ശരി, ഞാൻ 0 മെറിറ്റ് വരുമ്പോഴാണ് അത്ഭുതം പ്രവർത്തിക്കണത്. വീണ്ടും വചനം വായിച്ചേ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫെസ്യസ് 2:8. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
യേശുവേ ആരാധന. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ കർത്താവേ. എഫെസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് ഒന്ന് നിങ്ങൾ പറഞ്ഞേ, രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി വിശ്വാസം വഴി കൃപയാലാണ് കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങൾക്കത് മെറിറ്റില്ലെന്നാണ്. അതാണ് എഫെസോസ് 2:8. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ എഡ്യൂക്കേഷൻ കൊണ്ടോ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റി കൊണ്ടോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടോ നിങ്ങൾ നേടിയെടുത്തതല്ല. അവിടെ നിങ്ങളുടെ നേട്ടം 0 മെറിറ്റാണ്. പിന്നെന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമാണ്. 0 മെറിറ്റിൽ വരുമ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദൈവത്തിൻ്റെ ദാനം എപ്പോഴും വരണത് അത്ഭുതങ്ങളുടെ രൂപത്തിലാണ്. നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ അത്ഭുതമാണ് ഉണ്ടാകണം. പിന്നെ ഓപ്ഷൻ അതാണ്. അതുകൊണ്ടാണ് ആ അത്ഭുതം പ്രവർത്തിക്കാൻ ഉടമ്പടി തന്നെ വേണമെന്ന് പുറപ്പാട് 34:10 പറയണത്. പുറപ്പാട് 34:10 ഒന്ന് വായിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അവിടുന്ന് അരുൾ ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ എന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ വാക്ക് നിറവേറുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണത്. ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബേസിക്കായിട്ട് നമുക്ക് വിശ്വാസം ഉണ്ടാകണം, അല്ലേ? അതാണ് എഫെസോസ് 2:8. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിശ്വാസം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എഫെസോസ് 2:8 എഫെസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, വീണ്ടെടുക്കപ്പെടുന്നത്. അപ്പോൾ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് പറയുമ്പോൾ വിശ്വാസം വഴി ഇപ്പം നമ്മൾ 2 കൊരിന്ത്യർ 12:9 2 എഫെസോസ് 2:8 കൂടി ലിങ്ക് ചെയ്ത് വായിക്കും. മനസ്സിലാക്കേണ്ടത് എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ്. അത് മീൻസ് ദൈവത്തിൻ്റെ ശക്തിയാലാണ്. ഒന്ന് പറഞ്ഞ, വിശ്വാസം വഴി ദൈവത്തിൻ്റെ കൃപയാലാണ്, അഥവാ ദൈവത്തിൻ്റെ ശക്തിയാലാണ് അത്ഭുതങ്ങള് പ്രവർത്തിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ദാനം ഉടമ്പടി വഴി നമ്മൾക്ക് ലഭിക്കുന്നത്. കൈ അടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ശക്തി പ്രവർത്തിച്ച് ഞങ്ങളെ സാക്ഷി അളവില്ലാത്ത നീ കൃപമതിയേ, 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 അളവില്ലാത്ത നീ കൃപമതിയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. അപ്പോൾ എഫെസോസ് 2:8 വീണ്ടും നമ്മൾ ബേസിക് വേർഡ് ഓഫ് ഗോഡ് ഉള്ളത്. എന്താണ്? വിശ്വാസം വഴി. പറഞ്ഞ്, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമ്മൾ നേടിയതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിന്റെ ദാനം നമുക്ക് ലഭിക്കുന്നത്, ദൈവത്തിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത് ഉടമ്പടി വഴിയാണെന്നാണ് പുറപ്പാട് 34:10 നമ്മൾ വായിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ വിശ്വാസം വഴി എന്നുള്ളത് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പായിട്ടുള്ള വേഡ്. വിശ്വാസം വഴി. ഈ വിശ്വാസം ആണ് നമ്മൾ വിശ്വാസം വഴി കൃപയാലാണ്. കൃപ നമുക്ക് ലഭിക്കണത് എങ്ങനെയാണ്? ഫസ്റ്റ് വിശ്വാസം വഴിയാണ്. വിശ്വാസമാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയണത്. ഉടമ്പടി ആയാലും ശരി, അതിൻ്റെ ബേസിക് വിശ്വാസം തന്നെയാണ്.
പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഈ കള്ളം മൂത്ത് വിനായി ആകണ പോലെ വിശ്വാസം മൂത്ത് വിശ്വസ്തത ഉണ്ടാകും. അത് വേറെ ഒരു സബ്ജക്റ്റാണ്. അത് ഞാൻ വരുന്നുണ്ട്. അതല്ല, ഈ വിശ്വാസം വഴി പറഞ്ഞ് വിശ്വാസം വഴി കൃപയാലാണ് നമ്മളെ രക്ഷിക്കപ്പെട്ടത്. അപ്പം വിശ്വാസം ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ സബ്ജക്റ്റ്. വിശ്വാസത്തിൻ്റെ കൈമാറ്റം. വിശ്വാസം എപ്പോഴും വരണത് ആക്ടിവേറ്റ് ആകണത് കൈമാറ്റത്തിലൂടെയാണ്. വിശ്വാസം നമുക്ക് മൂന്നോ നാലോ തരത്തിൽ വിശ്വാസം കൈമാറാൻ പറ്റും. ഒന്ന്, വിശ്വാസം പ്രഖ്യാപനത്തിലൂടെ നമുക്ക് വിശ്വാസം പ്രകടിപ്പിക്കാം. വിശ്വാസ പ്രകടനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ എന്താ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? എഫേസ്യർ 2:8 ഉടമ്പടിയുടെ അസ്ഥിവചനങ്ങൾ. എന്താണത്? അത് പറഞ്ഞ വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രകടനപരത പഠിക്കണം. നമുക്ക് ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഉടമ്പടി, അല്ലാതെ വൈകാരികമായിട്ട് വരുന്ന വിഷയമല്ല. വിശ്വാസത്തിന് ഒരു പ്രകടനപരതയുണ്ട്. വിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതി. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എനിക്കുണ്ട് 3 തരത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കാൻ പറ്റും. വിശ്വാസം പ്രഘോഷിക്കുക, നമുക്ക് അധരം കൊണ്ട് പ്രഘോഷിക്കുക, അല്ലേ? അത് റോമ 10:9 വിശ്വാസ പ്രഘോഷണം. എന്താണ്? പ്രഖ്യാപനം, അങ്ങനെ പറയാം. എന്താ റോമ 10:9? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പൊ വിശ്വാസം പ്രഖ്യാപിച്ചാൽ രക്ഷ പ്രാപിക്കാൻ പറ്റും. വിശ്വാസം പ്രഖ്യാപിച്ചാൽ എന്താണ് വിശ്വാസം? യേശു കർത്താവാണെന്നുള്ളതാണ് വിശ്വാസം. അത് അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. അധരം കൊണ്ട് പ്രഖ്യാപിക്കും. അതിനാണ് നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലണത്. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സത് ഉണ്ടാകണം. ഞാൻ എന്താണ് ചെയ്യണത്? കണാ പഠിപ്പിച്ചൊരു പ്രാർത്ഥന കണാകുണാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പട്ടിക പറയണവർ പറഞ്ഞിട്ട് കഥയില്ല. അതൊരു ആക്ടിവേഷൻ പ്രിൻസിപ്പിളാണ്. വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എന്താ വിശ്വാസത്തിൻ്റെ അന്തസ്സത്ത എന്താണ്? യേശു കർത്താവാണ്. അതാണ് വിഷയം. അതോടുകൂടി വിശ്വാസം എല്ലാം തീരും. കാര്യം രോഗമല്ല കർത്താവ്, കടമല്ല കർത്താവ്, ഇന്ന് വന്നിരിക്കുന്ന സാമ്പത്തിക തകർച്ചയിൽ നിന്ന് ഭരിക്കേണ്ട കാര്യമില്ല. എന്നെ ഭരിക്കാൻ ഒരാളുണ്ട്. അവൻ മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. കൈയടിച്ച് കർത്താവ് ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുമ്പോഴാണ് യേശു കർത്താവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ യേശു മാത്രമാണ്. എൻ്റെ കർത്താവ് എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിശ്വാസി അതിൻ്റെ ദൈവശാസ്ത്രം അറിയുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവൻ്റെ മേൽ കർത്തൃസ്ഥാനമുള്ള ആളാണ്. അതാണ് കർത്താവ്. യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത്. അത് വിശ്വാസ പ്രഖ്യാപനമാണ്. അപ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നവർ അതിൻ്റെ മാത്തമാറ്റിക്സ് അറിയണം. അല്ല വെറുതെ എന്ത് യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ ചുമ്മാ അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഹൃദയത്തിൽ ഒരു സെക്കൻഡ് ഫാക്കൽറ്റി ഉണ്ട്. ഇത് നമുക്കറിയാമല്ലോ, ഇത് ഒരു മൗത്താണ്, ഒരു മെഗാഫോണാണിത്. ഈ മെഗാഫോണിൻ്റെ വർക്ക്, ഇത് മെഗാഫോൺ കൊണ്ട് യേശു കർത്താവാണെന്ന് നമ്മൾ സ്വരത്തിൽ പറയുമ്പോൾ അതിൻ്റെ ആസ്തിയിൽ തന്നെ ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്ത് പറയണം? യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം. എന്താണ്? ദൈവം അവനെ മരിച്ചവളെന്ന് ഉയർപ്പിച്ചു എന്നാണ്.
അവിടെ പീഡാസഹനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല. അവിടെ ഉയർത്തുന്നതിന് മാത്രമാണ് പ്രാധാന്യം. അനുദിന ജീവിതത്തിലെ ജീവിത അനുഭവങ്ങളെ അതായത് അതിജീവിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഒന്ന് കുരിശും ഒന്ന് ഉയർത്തെഴുന്നേൽപ്പുമാണ്. കുരിശിനെ അതിജീവിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലം വരെ നമുക്ക് കിട്ടുന്ന ഒരു സഹിഷ്ണുത, ഒരു വിഷയവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ വേണ്ടി ആണ് കുരിശ് നമുക്കൊരു പാഠ്യവിഷയമായി മാറണത്. കുരിശിൻ്റെ കാലം കഴിയുമ്പോൾ യേശുവിനെ കർത്താവ് ഉയർത്തുന്ന ഉത്ഥാനത്തിൻ്റെ കാലം വരും. അപ്പോഴും ഞാൻ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് പ്രഘോഷിക്കും. സാക്ഷ്യത്തിന് വേണ്ടി ഒരിക്കലാണ് ഈ കുരിശ് ചെയ്യണത്. ദുഃഖാനുഭവങ്ങളും ദുരിതാനുഭവങ്ങളും രോഗാനുഭവങ്ങളും ഒക്കെ ചെയ്യണത് ക്രിസ്തുവിലേക്കുള്ള ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ ദൂരമാണ്. കൈയിട്ടിച്ച് കർത്താവിന് കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മെക്കാനിസമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി വരാൻ വിശ്വാസം തന്നെ. ഇത് എവിടുന്നാണ് വരുന്നത്? ഇത് എഫേസ്യർ 2:8 എന്താ പറയണത്? വിശ്വാസം വഴി പറഞ്ഞേ, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ കൃപ നമുക്ക് ലഭിക്കുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനും കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസത്തെ വിശ്വാസത്തിൻ്റെ പ്രകാശനത്തിൽ ഒന്നാം ഘട്ടത്തിൽ വരണത് എന്താണ്? വിശ്വാസ പ്രഖ്യാപനമാണ്. അധരം കൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇനി വിശ്വാസത്തിൻ്റെ പ്രകാശനങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി, വിശ്വാസ പ്രകാശനം. അതായത് അതും ഇതുപോലെ തന്നെ ടെൻഷൻ എന്നും പറഞ്ഞൊരു വ്യക്തിയാണ്. പുള്ളി വലിയ ഹൈ ബിസിനസ്, പുള്ളിക്കാരുടെ പ്രശ്നം 40 ലക്ഷം കടവാണ്. ഈ ഉടമ്പടിയിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നിസ്സാര കാര്യം. 5 കോടി കടം, 40 ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കടമുള്ള ആൾക്കാരാണ് ഉടമ്പടി കാലങ്ങളിൽ കൊണ്ടെടുക്കുന്നത്. ടെൻഷൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആപ്പ് നിരോധിച്ച്. ആപ്പെന്ന് പറയുന്നത് അങ്ങനെ കന്നഡ ഡിസൈൻ ചെയ്ത് കന്നഡ ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ കന്നഡയിൽ നമുക്കൊരു ആപ്പുണ്ടെങ്കിൽ, ഇപ്പോൾ കൃപാസനത്തിന് ആപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ കൃപാസനം ഇപ്പോൾ നമുക്ക് ലൈറ്റ് ആൻഡ് പേ റിക്വസ്റ്റ് ഉണ്ട്, ഓൺലൈൻ ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബുണ്ട്, ഫേസ്ബുക്കുണ്ട്, ടെലഗ്രാമുണ്ട്, വാട്സപ്പുണ്ട്. ഇതെല്ലാം സിംഗിൾ വിൻഡോയിലേക്ക് വരും. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യരുത്, ഞാൻ പറയാം. അതിനെ കുറച്ച് ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.5 കൊല്ലമായി ചെയ്യണത്. നിസ്സാരമല്ല, കുറേ വർക്കുണ്ട് അതിന്. അപ്പോൾ കംപ്ലീറ്റ് ആപ്പ് ചെയ്യാൻ ഈ ആപ്പ്, ഇയാളുടെ കന്നഡയുടെ ആപ്പ്, ടെൻഷൻ്റെ കന്നഡയുടെ ആപ്പ് ഇൻ്റർനാഷണൽ ലെവലിൽ നിരോധിച്ചു. ഇത് കേസുണ്ടായി. കാര്യം മറ്റ് കന്നഡ കച്ചവടക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്തോ ചെയ്തിട്ട് അവർ കേസ് കൊടുത്തിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ കമ്പനി ആപ്പ് നിരോധിച്ചു. ആപ്പ് നിരോധിച്ചവരുടെ കന്നഡ ബിസിനസ് തകർന്ന. ആപ്പ് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ തന്നെ ഡിസൈൻ ചെയ്യണേ കന്നഡയെ. അപ്പോൾ അത് ആപ്പിലാണ് ഇടണത്. അതാണ് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ട് കന്നഡ റീറ്റെയിലായിട്ട് എടുക്കുന്ന ആൾക്കാരില്ലേ, അതാണ് അവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് നോക്കണത്. അതിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് എല്ലാം ഡിസൈൻ നമ്മളറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ കണ്ടൊക്കെ വെച്ച് നടക്കും. ഇവരെല്ലാവരും എപ്പോഴും അപ്ഡേഷനുണ്ട്, ഡിസൈനിൽ അപ്ഡേഷനുണ്ട്, എല്ലാത്തിനും ഉണ്ട് അല്ലേ? ആഭരണങ്ങൾക്ക് ഇല്ല, വാച്ചിന്, എല്ലാത്തിനും ഡിസൈൻ അപ്ഡേഷനുണ്ട്. അപ്പോൾ അപ്ഡേഷൻ എല്ലാം ആപ്പ് വഴിയാണ് നടക്കുന്നത്. പക്ഷേ ആപ്പ് നിരോധിച്ചു. ആപ്പ് നിരോധിച്ചതോടുകൂടി ഈ ടെൻഷൻ ശരിക്കും ടെൻഷനിലായിപ്പോയി. കാര്യം പിന്നെ കച്ചവടം ഇല്ലല്ലോ. എല്ലായിടത്തും കച്ചവടം പെൻഡിങ് ആകുകയും അയാൾക്ക് കടം കിട്ടാനുള്ളവർക്ക് കൊടുക്കാൻ പറ്റാതെയും സെയിലെല്ലാം മരവിച്ചു പോയി. തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ സെയിലെല്ലാം മരവിച്ചു. 40 ലക്ഷം ഇൻട്രസ്റ്റോടുകൂടി കടത്തിലായി. അപ്പം ജീവിതം പൊങ്ങാൻ വേറെ ഒന്നും വേണ്ടല്ലോ. 40 ലക്ഷം ഇൻട്രസ്റ്റോട് കടത്തിലായപ്പോൾ ജെയ്സൺ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഉടമ്പടി ആശ്രയിക്കാൻ, ഉടമ്പടി ചെയ്യാൻ. അതാണ് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ ജെയ്സൻ്റെ ഈ കന്നഡ ആപ്പ് നിരോധിച്ച കന്നഡയ്ക്ക് എന്നാ സംഭവിക്കണം നമ്മളറിയണം. എപ്പോഴും നമ്മൾ ദൈവത്തോട് പറയുന്ന എനിക്ക് തോന്നുന്നത് ദൈവത്തോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ നല്ലത്.
ഇന്നതുപോലെ ചെയ്തു തന്നാൽ ഇന്നതുപോലെ ഞാൻ രക്ഷപ്പെടും. അങ്ങനെയൊന്നും നിങ്ങൾ പറയാതിരിക്കുക നല്ലത്. കാര്യം നിങ്ങളുടെ കൊച്ചു ബുദ്ധിക്ക കുബുദ്ധിക്ക പറ്റുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ധാരണയുടെ അതിലേക്കാണ് ദൈവത്തിൻ്റെ ബുദ്ധി. മനസ്സിലായ? അപ്പം നമ്മൾക്കൊരു ധാരണ ഉണ്ടാവും, നമ്മുടെ കന്നഡ രക്ഷപ്പെടണമെങ്കിൽ, കന്നഡ വ്യാപാരം രക്ഷപ്പെടണമെങ്കിൽ ഇന്നത് ദൈവം ചെയ്തു തന്നാൽ മതി. അപ്പോൾ ദൈവത്തിനെ കയറി പഠിപ്പിക്കാൻ നിൽക്കരുത് ആരും. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇന്ന കാര്യം ദൈവം ചെയ്തു തന്നാൽ മതി എന്ന് പറയരുത്. അത് മണ്ടത്തര കാര്യം. പലപ്പോഴും ബൈബിൾ പറയും നിങ്ങളുടെ ധാരണകളെ അതിലേക്കാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ ധാരണകളെ അതിലേക്ക്. ഫിലിപ്പിയർ 4:6-7 ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. അത് പറഞ്ഞേ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ ഒരു സമാധാനം എന്ന് പറയുന്നത് ഒരു ഉത്തരമാണ്, ആൻസറാണ്. ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉത്തരമെന്ന അർത്ഥം. നിന്നിപ്പോൾ ജയിച്ച ടെൻഷൻ്റെ വിഷയത്തിന് അയാൾക്കൊരു ധാരണയുള്ളത് എന്താണ്? നിരോധിച്ച ആപ്പ് വീണ്ടും കമ്പനി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് സമാധാനം കിട്ടും, ഉത്തരം കിട്ടുമെന്നാണ്. പക്ഷേ ആ ധാരണയല്ല ഫിലിപ്പിയർ 4:6-7 പറയണത്. 4-ാം അധ്യായം 6-ാം വാക്യവും 7-ാം വാക്യവും പറയുന്നതാണ്, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ നിങ്ങളുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ ഉത്തരം. അവിടുത്തെ സമാധാനത്തിന് പീസ് എന്നല്ല, ആൻസർ എന്ന അർത്ഥം. ദൈവത്തിൻ്റെ ആൻസർ, ദൈവത്തിൻ്റെ ഉത്തരമുണ്ട്. ടെൻഷൻ അതനുസരിച്ച് ഉത്തരം ആൻസർ. അയാൾ പിന്നെ ഒരു കാര്യമുണ്ട്, അയാൾ ഉടമ്പടിയുടെ സത്യസന്ധതയുള്ള ആളാണ്. നമ്മുടെ സത്യസന്ധത ഉണ്ടെങ്കിലാണ് ദൈവം ആ ഉടമ്പടിയുടെ യഥാർത്ഥ തനി നിറം കാണിക്കത്തുള്ളൂ. നമ്മൾ സത്യസന്ധത ഇല്ലാത്തവർ, നമുക്കൊരു ഉടമ്പടി എടുക്കുന്നവരിൽ എനിക്കറിയാം ഒരു 70% പേര് സത്യസന്ധത ഇല്ലാത്തവരാണ് ഉള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയുകയാണ്. ഉടമ്പടി എടുക്കുന്നവരിൽ 70% പേര് സത്യസന്ധത ഇല്ലാത്തവരാണ്. അവർ ദൈവത്തോട് എന്താണ് ഉടമ്പടി ചെയ്യിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. അവരുടെ വിഷയത്തെക്കുറിച്ച് അവരെപ്പോഴും ഭയങ്കര ആകുലരായിരിക്കും, ദൈവത്തെക്കുറിച്ച് ഒരിക്കലും അല്ല. അതാണ് നമുക്ക് ഉടമ്പടി പറ്റുന്ന ഒരു അബദ്ധം. പക്ഷേ ടെൻഷൻ അങ്ങനെയല്ല. ടെൻഷൻ എന്തെല്ലാം കാര്യം ചെയ്തറിയാം. 40 ലക്ഷം കടത്തി കിടന്നിട്ട് എന്തെല്ലാം കാര്യം ആ മനുഷ്യൻ ചെയ്യുന്നറിയാവോ? ഓരോ റിട്ടയർ ഷോപ്പ്, കേരളം മുഴുവൻ റിട്ടയർ ഷോപ്പാണ്. അയാൾക്ക് കാശ് കൊടുക്കാനുള്ള ആൾക്കാരാണ്. എല്ലാവരെയും കാണാൻ പോകുമ്പോഴൊക്കെ ചില സമയത്ത് കടയടച്ച് പിരിയുമ്പോഴൊക്കെയാണല്ലേ നമ്മൾ കാശ് കളക്ട് ചെയ്യണ ആൾക്കാർ. കട അടക്കാൻ നേരത്തല്ല കാശ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ പല സമയത്തും കൊല്ലത്തും ട്രിവാൻഡ്രത്തും കാസർഗോഡും ഒക്കെ പോയി കട അടച്ച് കടക്കാൻ നേരത്തെ കാശ് കളക്ട് ചെയ്ത് കിട്ടണ കാശ് വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇയാൾ ചെയ്യണ എന്താ പരിപാടി? എന്താ? ഇയാൾ ഉടമ്പടിയുടെ ആ ജീവകാരുണ്യ പ്രവർത്തനം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ആ സാക്ഷ്യം അടിപൊളി സാക്ഷ്യമാണ്. എന്താ ചെയ്യേണ്ടത്? അയാൾ നിരത്തിൽ കിടന്ന് ഉറങ്ങുന്ന രോഗികളെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഒത്തിരി പേര് നിരത്തിലൊക്കെ കിടന്ന് ഉറങ്ങത്തില്ലേ, എന്നിട്ട് ചോദിക്കും ഭക്ഷണം കഴിച്ചിട്ടാണ് ഉറങ്ങണമെന്ന് ചോദിക്കും. അവർ ചോദ്യം മതിയില്ല ദൈവത്തിൻ്റെ മനസ്സ് കുളിർക്കുവാൻ. ഭക്ഷണം കഴിച്ചിട്ടാണ് ഉറങ്ങണം. അപ്പോൾ ചിലർ പറയും ഇല്ലെന്ന് പറയും, എന്നാൽ ബാന്ന് പറയും. എന്നിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി, ഏത് ഹോട്ടലാണ് തുറന്നിരിക്കണം അവിടെ കൊണ്ടുപോയി മനുഷ്യൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും. ഇവിടെ വന്നിരിക്കുന്ന എന്താ പരിപാടി? ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് 1 കെട്ട് പത്രമാണ് നമ്മൾ മേടിക്കാൻ പറയണത്. പക്ഷേ പുള്ളി 5 കെട്ട് പത്രം മേടിക്കും. 5 കെട്ട് പത്രം മേടിച്ച് എന്താണ് ഈ വലിയൊരു ബിസിനസ്സുകാരനാണ് ചെയ്യണത്. അയാൾ ഓരോ മെഡിക്കലിൻ്റെ വാതിക്കൽ പോയി നിൽക്കും. ഓരോ മെഡിക്കൽ, ആ സാക്ഷ്യം നിങ്ങളൊന്ന് കേൾക്കണം, ടെൻഷൻ്റെ. ഓരോ മെഡിക്കലിൻ്റെ വാതിക്കൽ പോയി നിൽക്കും. എന്നിട്ട് ഓരോരുത്തരോട് പറയും. അപ്പോൾ അക്രൈസ്തവ സഹോദരങ്ങളെ കാണുമ്പോൾ അയാൾ കാനായിലെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കും. ഒരു മനുഷ്യൻ വചനം പ്രഘോഷിക്കണേ, അയാൾ തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയമാണ്. പക്ഷെ അതല്ല, സുവിശേഷത്തിന് വിലങ്ങ് വെച്ചിട്ടില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സാഹചര്യം അനുകൂലമായിരിക്കുമ്പോൾ അല്ലാത്തപ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. തുല്യ
യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചായുന്നു ഞാൻ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 തിമോത്തി 4:2 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. വചനം പ്രഘോഷിക്കുക. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. എപ്പോഴും നമുക്ക് സാഹചര്യം അനുകൂലമായി വരിക. ഇപ്പം ജെയ്സിന് സാഹചര്യം അനുകൂലമല്ല. 40 ലക്ഷം കടവും അതിൻ്റെ ഇൻട്രസ്റ്റും കടക്കാരുടെ വിളിയും തിരക്കും എല്ലാമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലും അദ്ദേഹം വചനം പ്രഘോഷിക്കുകയാണ്. പല വിശ്വാസികളാണെങ്കിലും അയ്യോ നാം ഉടമ്പടി എടുത്തിട്ടും കടക്കാർ വിളി നിർത്തണില്ലല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ 2 സ്മോൾ അടിക്കും. അങ്ങനെ ഇരുട്ടുകൊണ്ട് കൂട്ടിടക്കാനൊന്നും പറ്റത്തില്ല. അത് നട്ടലില്ലാത്ത പരിപാടിയാണ്. മറിച്ച് ദൈവശക്തിയുള്ളവൻ നട്ടുള്ളവനാണ്. വിശ്വാസം നമുക്ക് നൽകുന്നത് എക്സ്ട്രാ നട്ടല്ലാണ്. കൈയിട്ടിച്ച് കർത്താവിനെ സമയങ്ങളിൽ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള അനുഭവമാണ് സുവിശേഷം. ഇപ്പം കടമുണ്ടാകാം, രോഗമുണ്ടാകാം, പക്ഷെ സുവിശേഷം വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ല. സുവിശേഷം സാഹചര്യം അനുകൂലമല്ലെങ്കിലും അത് പ്രഘോഷിക്കാനുള്ള വിശ്വാസമെന്ന് പറയണത് അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രകാശനമാണ്. അപ്പം ജെയ്സൺ ഞാൻ പറഞ്ഞു വിശ്വാസം കൈമാറുന്നത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ, പിന്നെ എന്താണ് വിശ്വാസ പ്രകാശനത്തിലൂടെ. വിശ്വാസ പ്രകാശനമാണ് ഇപ്പോൾ ജെയ്സൺ ചെയ്യണത്. എന്താണ് കാര്യം? അവിടെ സാഹചര്യം അനുകൂലമല്ല, പക്ഷേ സ്റ്റിൽ അയാൾ ഓരോ മെഡിക്കൽ കോളേജിനെ വാദിക്കലും ഹോസ്പിറ്റൽ വാദിക്കുന്നതുകൊണ്ട് കൃപാസനം പത്രം പറഞ്ഞ് കൊടുക്കുക. അത് അക്രൈസ്തവരാണെന്ന് കണ്ട അദ്ദേഹം കാനായിലെ കല്യാണത്തെക്കുറിച്ചും ഒരു കുടുംബം അന്യം നിന്ന് പോകാൻ പോകുമ്പോൾ തകർച്ച ബാധിക്കുമ്പോൾ അമ്മ എങ്ങനെ മധ്യസ്ഥം വഹിക്കണമെന്നും അമ്മയുടെ മധ്യസ്ഥം എങ്ങനെ യേശു കേൾക്കണമെന്നും എങ്ങനെ വീണ്ടെടുക്കണമെന്നും ഈ മനുഷ്യൻ പറഞ്ഞ് ആ മനുഷ്യൻ പഠിച്ച് സുവിശേഷം പ്രഘോഷിക്കാൻ കൊടിയ കടത്ത് നിന്നുകൊണ്ട് ആ മനുഷ്യൻ സാഹചര്യം അനുകൂലമല്ലാത്തപ്പോഴും ആ മനുഷ്യൻ സുവിശേഷം വിലങ്ങ് വെക്കാത്ത സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിത സാഹചര്യം രോഗങ്ങൾ കൊണ്ടോ കടങ്ങൾ കൊണ്ടോ ജോലിയില്ലായ്മ കൊണ്ടോ കലഹങ്ങൾ കൊണ്ടോ വിവാഹമോചനം കൊണ്ടോ കമ്പനിയുടെ തകർച്ചകൾ കൊണ്ടോ ഏത് തകർച്ചയാണെങ്കിലും മരണത്തിന്റെ തകർച്ചയെ അതിജീവിച്ചുകൊണ്ട് പുനരുദ്ധാനം ചെയ്ത യേശുവിൽ വിശ്വസിക്കുന്ന എന്നിലേക്ക് ഉദ്ധാനത്തിന്റെ ശക്തി അഭിഷേകമായി നൽകണമേ. എല്ലാ സാഹചര്യത്തിലും അനുകൂലമായാലും പ്രതികൂലമായാലും
അനുകൂലമായാലും വിശ്വാസ പ്രകാശനമായി സുവിശേഷം പ്രഘോഷിക്കുവാൻ, സുവിശേഷം പ്രാവർത്തികമാക്കുവാൻ, സുവിശേഷം പ്രകാശിപ്പിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദ്ധാനം ചെയ്തവരേ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവരേ ഞങ്ങൾ ആരാധിക്കുന്നു, ഉദ്ധാനം ചെയ്തവരേ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവരേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുകൊണ്ടും തീർന്നില്ല. പുള്ളിക്കാരൻ ആൾക്കാരെ കളക്ട് ചെയ്ത് നാട്ടിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചു. എല്ലാം ഒരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുപ്പിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഈ മനുഷ്യൻ്റെ വിഷയത്തിൽ സമാധാനമൊന്നും ഉണ്ടായിട്ടില്ലേ? പക്ഷെ അങ്ങനെ അഡ്വാൻസ് ചെയ്യണം ദൈവത്തിനെ. അല്ല, നമ്മളിപ്പോൾ ചിലരുണ്ടല്ലോ ഓരോരോ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്തേച്ചും വന്ന് കമ്പ്യൂട്ടർ അടിച്ചു നോക്കും. ഓഫർ ലെറ്റർ വന്നാന്ന് അടിച്ചു നോക്കത്തില്ലേ? ഓരോ എന്തെങ്കിലുമൊക്കെ പ്രത്യക്ഷ പ്രാർത്ഥന എന്തെങ്കിലുമൊക്കെ ചില ചില്ലറ പരിപാടിയൊക്കെ ചെയ്തേച്ച് ശേഷം വന്നിട്ട് വിസ വന്നാൽ കമ്പ്യൂട്ടർ അടിച്ചു നോക്കും. അതൊക്കെ ഒരു ഞരമ്പ് രോഗമാണ്. ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി, വയറ്റിപ്പഴുപ്പിന് വേണ്ടി മാത്രം ഉടമ്പടി ചെയ്ത ആൾക്കാർ. അങ്ങനെ നിങ്ങൾ നശിക്കരുത്. ദൈവത്തിൻ്റെ മുമ്പിൽ വിലയില്ലാത്ത ആൾക്കാരായിട്ട് ബ്രാൻഡ് ചെയ്യരുത്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകത്തില്ല, ദൈവത്തിനല്ല വില, നിങ്ങളുടെ വിസയ്ക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്ന്. എന്തിനാണ് ദൈവത്തിന് പിടി കൊടുക്കണത്? അത് ലോക മണ്ടത്തരങ്ങളാണ്. കുറച്ച് ബുദ്ധി വേണം ദൈവമായിട്ട് ഇടപെടണമെങ്കിൽ. ആ ബ്രാൻഡഡ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജെയ്സൺ കണ്ടില്ലേ, ബ്രാൻഡഡ് അല്ല. അയാൾക്ക് എന്തുമായിട്ട് അത് എൻ്റെ കടങ്ങളെക്കുറിച്ചും ഒക്കെ കർത്താവിന് തീരുമാനം ഉണ്ടാവും. എനിക്ക് കിട്ടിയ അഭിഷേകത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഓരോരോ ദാനങ്ങൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഇങ്ങനെ കുറേ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷ വേല ചെയ്യുക. ഇത് വിശ്വാസത്തിൻ്റെ പ്രകാശനങ്ങളാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം പറഞ്ഞു, വിശ്വാസത്തിൻ്റെ പ്രകാശനം പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? അയാൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ധാരണ അധ്യയനിക്കുന്ന ഒരു പുതിയ വഴിയുമായിട്ട് മാതാവ് വരണത്. നമ്മൾ ഞെട്ടിപ്പോവും, കണ്ണ് നിറഞ്ഞു പോവും. എന്താ അമ്മ ചെയ്തെന്നറിയോ? ഈ മനുഷ്യൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് കൈമാറ്റം വന്ന ഒരു കുടുംബപ്പുരയിടമുണ്ട്. അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ ചേട്ടന് കൊടുത്തതാണ് ആ പുരയിടം. ചേട്ടൻ അത് ചേട്ടൻ്റെ മകൾക്ക് കൊടുത്തു. അവളെ വേറെ സ്ഥലത്ത് കെട്ടിച്ചു വിട്ടു. അവരെല്ലാം അമേരിക്ക സെറ്റിൽഡാണ് വർഷങ്ങളായിട്ട്. ഈ പുരയുടെ ഇവിടെ നാട്ടിൽ കിടപ്പുണ്ട്. ഈ പുരയുടെ ചാർജ് അത് തീർ കൊടുത്തതാണ്. ആ പുരയിടം ഗവൺമെൻറ്റിൽ ഈ ടാക്സ് അടക്കാതെ കാലഹരണപ്പെട്ട് ഗവൺമെൻറ് കൈകയറാൻ പോയി. അപ്പോൾ ഇത് ആരോ ഇവരെ നേരത്തെ അറിയിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പുരയുടെ മിക്കവാറും സർക്കാർ ഭൂമിയായിട്ട് മിച്ചഭൂമിയായിട്ട് കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് അവർ ടാക്സ് അടക്കണില്ലല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ, അത് പണ്ട് നടന്ന കാര്യമാണ്. അപ്പം ജീവിച്ചിരുന്ന കാലത്ത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞതാണ്, പുരയിടം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മിച്ചഭൂമിയായി പോകുന്നതൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഈ വല്യപ്പൻ കൈമാറ്റം ചെയ്ത ആ വല്യപ്പൻ്റെ മകള് നാട്ടിൽ വന്നിട്ട് ആ പുരയിടം ജെയ്സനും 6 പേർക്കുമായിട്ട് വീതിച്ച് തീർ കൊടുക്കും. അപ്പോൾ ഒരു 36 സെൻറ്റ് അയാൾക്ക് കിട്ടും. 36 സെൻറ്റ് പെട്ടെന്ന് നിൽക്കണം. ഒരു സുപ്രഭാതത്തിൽ 36 സെൻറ്റ് ഇങ്ങനെ പൊങ്ങി വരികയാണ്. ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ട് വരുന്ന സംഭവമില്ലേ ദൈവം. എന്നിട്ട് എന്താ അമ്മ ചെയ്തിരിക്കണത്? ജെയ്സൺ എന്താ ചെയ്തിരിക്കണത്? ജെയ്സൺ കൊണ്ട് ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി ഈ 36 സെൻറ്റിൽ അങ്ങോട്ട് തളിക്കും. എന്താ കാര്യം? പുള്ളിക്ക് ജപ്തിയായി വരികയാണ്. അതുകൊണ്ട് ഈ പുരയിടത്തിൽ കൊണ്ട് ഉടമ്പടി ഉപ്പ് വിതറും. ഉപ്പ് വിതറി ഏതാണ്ട് 3 ദിവസത്തിനുള്ളിൽ പുരയിടം കച്ചവടമാകും. പുരയിടം കച്ചവടമായി ഈ 40 ലക്ഷത്തെ കൂടുതൽ അടക്കാനുള്ള കാശ് കിട്ടണമല്ല, ബാങ്കിൽ നിന്ന് 1 day സെറ്റിൽമെൻറ്റ് വരും. അപ്പോൾ പിന്നെയും പകുതിയായിട്ട് കടം കുറയും. അതായത്
ഒരു വിഷയം നോക്കിയാൽ ദൈവം എന്ത് ജെനുവിനായിട്ടാണ് ഒരു മനുഷ്യനെ ഇട്ട് ഉടമ്പടി ടെക്കേറ്റ്. ഉടമ്പടിയോട് നമ്മൾ വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിയാൽ, ജെയ്സന് ഒരു ഒന്നൊന്നര വിശ്വസ്തത കാണിച്ചിരിക്കണത്, ഒന്നൊന്നര ദൈവത്തിന് വിശ്വസ്തത ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ദൈവത്തിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത എന്ന് പറയണത്. അപ്പോൾ ഇവൻ ഒരു ദൈവത്തോട് ഉടമ്പടി വിശ്വസ്തത എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഒരു ബുദ്ധിയിൽ ഒരു പാക്കേജ് കണ്ടുപിടിച്ചിട്ട് ഇവനെ ലിഫ്റ്റ് ചെയ്യണം. അത് വല്ലാത്തൊരു ലിഫ്റ്റിംഗ് ആയിപ്പോയി. അതായത് അത്ര നമ്മളെ ഒന്നും ചിന്തിക്കാത്ത. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവത്തിന് നിങ്ങൾ വരച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ദൈവം വരക്കട്ടെ. ദൈവം വരക്കുമ്പോൾ അമർത്തി കുലുക്കി നിറച്ചളന്ന് അവൻ 36 6:36 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ അല്ലേ? യേശുവേ നന്ദി. ലൂക്ക 6:36-38 ശ്രദ്ധിക്കട്ടെ. ലൂക്ക 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും. പറഞ്ഞു, കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കാം. കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. ഇതിൻ്റെ സംഭവം അതേ ഇപ്പം ജെയ്സൺ കൊടുക്കണല്ല, എല്ലാവർക്കും കൊടുക്കണം. ആകാശിൻ്റെ കടവാണ്. അപ്പോഴും ആൾക്കാരെ വിളിച്ചു നടത്തി കൊടുത്തുകൊണ്ടിരിക്കുക, ദൈവത്തിന് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈശോ പറയണത്, കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ ദൈവം തന്നെ എങ്ങനെയാണ്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചൊരിയും. കാര്യം വൺ ടൈം സെറ്റിൽമെൻറ്റിൽ കടങ്ങൾ കുറഞ്ഞ്, അതുകൂടാതെ 2 പുരയിടമാണ് കിട്ടിയിരിക്കുന്നത്. 2 പുരയിട വിട്ട് ഒരു 26 ഒരു 39 സെൻറ്റാണ് വിറ്റ് പോയിരിക്കുന്നത്. അതെല്ലാം പണം പടവടാന്ന് കിട്ടുകയാണ് അത് മനുഷ്യന്. അതിപ്പോൾ ഇത് എത്രയോ വർഷങ്ങളായിട്ട് വിൽക്കാത്ത പുരയിടമൊക്കെ പടയെന്ന് വിറ്റുപോയി. ദൈവം ഈ വിഷയം ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി സത്യസന്ധരാകാൻ വേണ്ടി ദൈവസ്നേഹത്തോടെ ഉടമ്പടി പ്രയോഗിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും നിബന്ധനകൾ വിശ്വസ്താപൂർവം ദൈവസ്നേഹത്തോട് ചെയ്യാൻ അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതു ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതു ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വിശ്വാസത്തെയാണ്. ഇപ്പം നിങ്ങളെ കഥ അറിയാതെ ആട്ടം കാണരുത്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈ ശുശ്രൂഷ പോണത്. ഇതിൻ്റെ വിഷയം എന്താണ്? എഫേസ്യസ് 2:8 എന്താണ്? വിശ്വാസം വഴി പറഞ്ഞേ, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ വിശ്വാസം വഴിയാണ് നമുക്ക് ദാനം ലഭിക്കുക എന്ന് നമുക്ക് കണ്ടത്. അപ്പൊ വിശ്വാസം വഴി ദാനം എങ്ങനെയാണ് ലഭിക്കണമെന്നാണ് നമ്മൾ പിന്നെ കണ്ടത്. വിശ്വാസം പ്രകാശനത്തിലൂടെയാണ്, വിശ്വാസം പ്രഖ്യാപനത്തിലൂടെ. അത്തരം കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു, വിശ്വാസപ്രമാണം ചെല്ലുന്നു, പ്രാർത്ഥന ചെല്ലുന്നു. അതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ്. രണ്ടാമത്തെ എന്താണ്? വിശ്വാസ പ്രകാശനമാണ്. ഈ ജെയ്സൺ ചെയ്ത മുഴുവൻ വിശ്വാസ പ്രകാശനം കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസ പ്രയോഗമുണ്ട്. അയാളെ വിൽക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഉപ്പിടുമ്പോഴെന്താ സംഭവം? അത് പ്രയോഗമാണ്. വിശ്വാസം 3-4 തരത്തിലാണ്. ഉടമ്പടി പോലെ ഇത്രയും മനോഹരമായ രീതിയിൽ വിശ്വാസത്തിൻ്റെ സമഗ്രത പ്രകാശിപ്പിക്കുന്ന മറ്റൊരു പ്രാർത്ഥനാ രൂപം ഉണ്ടാകത്തില്ല. ഇത് വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസം പ്രയോഗിക്കുകയാണ്. പ്രഖ്യാപിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു, പ്രയോഗിക്കുന്നു. വിശ്വാസ പ്രയോഗമാണ്. വിശ്വാസ പ്രയോഗത്തിൻ്റെ ഏറ്റവും ശക്തമായ ഇപ്പം ബെന്നി ജോസഫ് ബെന്നി എന്ന് പറയുന്നത് സ്ത്രീയാണ് കേട്ടോ. ബെന്നി ജോസഫ് എന്ന് പറഞ്ഞ സാക്ഷ്യമുണ്ടായി ഈ ദിവസങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യമാണ്. ബെന്നി ജോസഫിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ 10-28 കൊല്ലമായിട്ട് അവർ ഈ കോട്ടപ്പുറത്തുള്ളതാണ്, കൃഷ്ണൻകോട്ട ഇടവകയാണ്. അവിടെ പ്രശ്നം നിങ്ങൾ ചിന്തിച്ചാൽ അവിടെയൊക്കെ മുഴുവൻ വെള്ളമാണല്ല. നമ്മൾ ഈ
പ്രളയത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച സ്ഥലങ്ങളാണ് കോട്ടപ്പുറം. പെരിയാറൊക്കെ വന്ന് വീഴുന്ന സ്ഥലമല്ലേ. അപ്പോൾ പെരിയാർ പൊങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാ വീട്ടിലും വെള്ളം പൊങ്ങി. എത്രയോ സ്ഥലമാണ് വൈപ്പിൻ തൊട്ട് അങ്ങ് ചെറായി വരെയും, ചെറായും കഴിഞ്ഞ് വെള്ളം പൊങ്ങിയില്ലേ, എല്ലാ വീട്ടിലും വെള്ളം കയറി. അപ്പം അതുപോലെ അവരുടെ വീടിൻ്റെ അടുത്ത് കൂടി ഒരു തോട് പോകണ്ടേ, ഒരു തോട്. ഈ തോടിൻ്റെ പ്രശ്നം ഏറ്റവും വരുമ്പോൾ 7 തോടിങ്ങനെ പൊങ്ങുമ്പോൾ എന്നാ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പറമ്പിലേക്ക് വെള്ളം കയറും. തോട്ടിലെ വെള്ളം പറമ്പ്, ഇപ്പോഴത്തെ കാലത്ത് തോടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാ അഴുക്കും ഉണ്ടാകുന്ന വേസ്റ്റ് ഇട്ട സെപ്റ്റി ടാങ്ക് പൊട്ടി ഒഴുകണ പോലെയാണ് ഈ തോടൊക്കെ പൊട്ടണത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. കാര്യം ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ തോടൊക്കെ എന്ത് മനോഹരമായിരുന്നു, വൃത്തിയായിരുന്നു, മെനയായിരുന്നു. ഇപ്പോൾ എല്ലാം സെപ്റ്റി ടാങ്ക് പോലെ കറുത്തില്ലേ. അതായത് നമ്മുടെ സംസ്കാരത്തിൽ വന്നിരിക്കുന്ന ഒരു പെശകാണ് ശരിക്കും. നമ്മുടെ എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷേ നമുക്ക് സംസ്കാരം കുറവാണ്. അതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളൊക്കെ ഭയങ്കര മലിനീകരണമാണ്. വെള്ളം മാത്രമല്ല, അന്തരീക്ഷവും എല്ലാം. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ലേ, സിഗരറ്റ് കുറ്റിയും അതുപോലെ ബീഡി കുറ്റിയും എല്ലാം ഇവിടെ കിടക്കണ കാണാം. സിഗരറ്റ് കുറ്റി, ആൾക്കാർ മുറുക്കാൻ തുപ്പണ. പണ്ട് മരണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കുറേ ആൾക്കാരിങ്ങനെ സ്ഥിരം തുപ്പ് തൊഴിലാളികളായിട്ട് ഇരിപ്പുണ്ടാവും അല്ലേ. കുറേ ബീഡിയൊക്കെ വാങ്ങിച്ച് കുറേ വെറ്റിലേക്ക് മുറുക്കി. ഇപ്പോൾ ആ കാലം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, കുറേ വെറ്റിലേക്ക് വെച്ചുകൊണ്ട് മുറുകി തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വർഗത്തെ കാണുമായിരുന്നു. നമ്മുടെ അപ്പൂപ്പന്മാരാണ്, അവരൊക്കെ മരിച്ചുപോയി. പക്ഷെ മുറുക്കാൻ ഇപ്പോൾ ഇല്ലെങ്കിലും വേറെ തരത്തിലുള്ള വിഷസംഭവങ്ങൾ ഒത്തിരി പൊതുവെ വന്ന്. അതുപോലെ അതെല്ലാം കൊണ്ടുവന്ന് ഇതെല്ലാം ഡംപ് ചെയ്യണത്, പ്ലാസ്റ്റിക്കും എല്ലാം ഡംപ് ചെയ്യണ തോട്ടിലാണ്. ഈ തോട് പൊങ്ങിയിട്ട് സെപ്റ്റി ടാങ്ക് പൊങ്ങിയ പോലെയുള്ള അവസ്ഥയാണ്. ഇവിടെ വീട്ടിൽ കയറിയ വെള്ളം, മഴ പെയ്ത വെള്ളം വീട്ടിൽ കയറും, പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. 10-20 കൊല്ലമായി ഇവർ കെട്ടിവന്ന കാലം മുതൽ അനുഭവിക്കണതാണ്. ഇവർ വിശ്വാസം പ്രയോഗിക്കണ ഈ ബെന്നി ജോസഫ് വിശ്വാസം പ്രയോഗിക്കണ ഇവർക്കെന്താ ഇനി ഒരു മാർഗമില്ല. ഇത് അവരൊരു പ്രൈവറ്റ് തോടാണ്. പഞ്ചായത്തിൽ കൊണ്ട് അപേക്ഷ വെക്കുമ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്കൊന്നും ഇതിൻ്റെ അത് ചെയ്യാനില്ല, ഇത് ഒരു ജന്മിയുടേതാണ്, പ്രൈവറ്റ് തോടാണെന്ന് പറയും. പിന്നെ എന്ത് ചെയ്യാൻ, സഹിക്കാതിരിക്കാൻ പറ്റും. നിങ്ങളവിടെ നിന്ന് വിറ്റിട്ട് പോകാൻ നോക്കാൻ പറയും. അതൊക്കെയാണ് മാനുഷികമായിട്ടുള്ള പരിഹാരം, അതാണ് അവർ പറയണത്. പക്ഷേ ദൈവത്തിൻ്റെ പരിഹാരങ്ങൾ കേൾക്കണ രസമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? ഉടമ്പടി ചെയ്യുമ്പോൾ ബെന്നി ജോസഫ് എന്താ ചെയ്യണത്? അമ്മേ, ഞാൻ കെട്ടിവന്ന കാലം തൊട്ട് ഈ സെപ്റ്റി ടാങ്ക് പൊങ്ങി വന്ന് തോട് മുഴുവൻ പൊങ്ങി എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ മക്കൾ വളമൊക്കെ കടിച്ച് വല്ലാത്ത പ്രാകൃതം പിടിച്ച ജീവിതമാണ്. ഞങ്ങളീ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റണേ. അതാണ് ഉടമ്പടി. ഇത് ഉടമ്പടി ചെയ്തിട്ട് ഇവരെന്താ ചെയ്യണത്? ഈ ഉപ്പ് വാങ്ങിച്ച് വിശ്വാസ പ്രമാണം. ഞാൻ ഉടമ്പടി വിശ്വാസ പ്രയോഗത്തെക്കുറിച്ചാണ് പറയണത്. നിങ്ങളവർക്ക് എന്താ ഉടമ്പടി എന്താ ഉപ്പ് ഇത് എന്നാ കൂടുതലൊന്നുമല്ല. അത് വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. പ്രഖ്യാപനമുണ്ട്, പ്രകാശനമുണ്ട്, പ്രയോഗമുണ്ട്. ബെന്നി ജോസഫിൻ്റെ അത് പ്രയോഗമാണ്. ആ പ്രയോഗം ഈ ഉപ്പ് കൊണ്ടുപോയി ഇവർ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ആദ്യം പ്രഖ്യാപിക്കും, ഈ തോട്ടിടുമ്പോൾ നിങ്ങളവർക്കും തോടറിനെ പറ്റുമെന്ന്. അങ്ങനെയില്ല. എന്താ സംഭവിച്ചു കഴിഞ്ഞാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വിളിക്കുക. പഞ്ചായത്ത് എന്ന് വെച്ചാൽ അവർ പറയണത്, ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി നിങ്ങളുടെ വിഷയമാണ് ഡിസ്കസ് ചെയ്തത്, നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ നീക്കി വച്ചിട്ടുണ്ട്. പക്ഷേ 5 ലക്ഷം കൊണ്ട് നിങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെടത്തില്ല. അപ്പം ഞങ്ങൾ ബ്ലോക്കിൽ അതിനു വേണ്ടി വേറെ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ അപേക്ഷ ബ്ലോക്കിൽ വെച്ച്. അപ്പോൾ അടുത്ത ആഴ്ച പറഞ്ഞ് ബ്ലോക്കിൽ നിന്നും 5 ലക്ഷം രൂപ അനുവദിച്ചെന്ന് പറഞ്ഞു. നോക്കിയേ, ഒരു കഥ പണ പോക്ക് കണ്ടില്ലേ? ഒരു ഉപ്പെറിഞ്ഞ സംഭവമാണ്. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണം നിങ്ങൾ ചിന്തിക്കണം. വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. കർത്താവ് എല്ലാ അധികാര സ്ഥാനങ്ങളെയും ചലിപ്പിക്കും. വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പിൽ അധികാര സ്ഥാനങ്ങൾ ഞെട്ടിവിറക്കണ പോലെയുള്ള ഒരു വിറക്കലാണ്. ഇളകുകയില്ലമേ. ഇവർക്ക് 10 ലക്ഷം രൂപ അനുവദിക്കും. എന്തിനാണെന്നറിയാമോ? ഇവരുടെ ഈ ഒഴുക്ക് ഈ തോട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്കൊരു കാണ കിട്ടും 10 ലക്ഷം രൂപയ്ക്ക്. അതോടുകൂടി തോട് പറ്റിപ്പോവും. ക്ലിയർ, തീർന്ന്, പ്രശ്നം തീർന്നു. സിമ്പിൾ. 20 കൊല്ലമായിട്ടുള്ള പ്രശ്നമാണ്. വിശ്വാസം അതായത് എത്രയോ പേര് ഉടമ്പടി എടുക്കുന്നു. പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ടാണ് വളരെ ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളെ ഇവിടെ ഇടത്തുള്ളൂ? അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുന്നതിന് അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ, മാസ്റ്റർ ഫെയ്ത്ത് വേണം. കാര്യം നമുക്കറിയാമല്ലോ, വിശ്വസ്തത വിശ്വാസം പോലെ തന്നെ അത്
ഒറ്റക്കൈ പ്രയോഗമാണ്. കാര്യം വേറെ ഒരു മാർഗ്ഗം അവരുടെ മനസ്സിലില്ല, ചിന്തയിലുമില്ല. 20 കൊല്ലം അനുഭവിക്കുന്നതാണ്. ദൈവം അവരെ വീണ്ടെടുക്കുന്ന രീതി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഇതുപോലുള്ള വിശ്വാസ പ്രയോഗങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓൺലൈൻ ധ്യാനം കേൾക്കുന്നവരെയും നീ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. എല്ലാവർക്കും ഉടമ്പടി അടയാളം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് കേട്ട വചനങ്ങൾക്ക് എല്ലാം നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സന്തോഷത്തിലിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉപ്പൊക്കെ വിതറുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അതൊക്കെ എന്തോ ഈ വേറെ മന്ത്രതന്ത്രങ്ങളും കൂടുതലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യണമല്ലേ. നിങ്ങൾക്ക് അതായത് അത് അവരുടെ വിഷയം വേറെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ബൈബിൾ ഉടമ്പടിയുമായിട്ട് ഉപ്പ് എങ്ങനെയാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ഉടമ്പടിയിൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഉപ്പ്, വെഞ്ചരിച്ച ഉപ്പ്.
അതിൻ്റെ പ്രയോഗമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം? ഉടമ്പടിയുടെ അടയാളമാണ് ബൈബിളിൽ ഉപ്പെന്ന് പറയണത്. ഉടമ്പടി ഇല്ലാത്ത ഒരു നേർച്ച വസ്തുവും ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ല. തേനൊന്നും ഉടമ്പടിയിലില്ല, അത് നിങ്ങൾ ഉടമ്പടി ഭാഗമായിട്ട് നിങ്ങൾക്ക് തരണില്ല. പക്ഷേ ഉപ്പ് ഉടമ്പടിയുടെ ഭാഗമാണ്. അത് ഉടമ്പടി ചെയ്തതിൻ്റെ അടയാളമാണ് ഉപ്പ്. അത് നീക്കിക്കളയരുതെന്നാണ് ബൈബിൾ പറയണത്. ഒരു വസ്തു ഉടമ്പടിയുടെ ഭാഗമാണെങ്കിൽ അതിൻ്റെ ഉപ്പ് തളിക്കപ്പെടണം. അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുതെന്ന് ബൈബിൾ കർശനമായിട്ട് പറയണത്. ഇപ്പം ലെവയ പുസ്തകമില്ലേ, ലെവയ 2:13 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലേവ്യർ 2:13 ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് അർപ്പിക്കുന്ന ആ ഉടമ്പടിയിൽ അത് ദൈവത്തിൻ്റെതാണെന്ന് മുദ്ര ചാർത്തുന്ന അടയാളപ്പെടുത്തുന്ന ഉപ്പാണ്. അപ്പം നമ്മൾ ആ ഉപ്പ് തന്നെയാണ് പ്രയോഗിക്കുന്നത്. അത് വിശ്വാസ പ്രമാണം ശരിയാണ് പ്രയോഗിക്കുന്നത്. കാര്യം എന്താണ്? എൻ്റെ ഉടമ്പടി പ്രകാരം എൻ്റെ മെരിട്ട് തീർന്നിരിക്കുകയാണ്. ഇനി നിൻ്റെ ഗ്രേസേ ഉള്ളൂ. എനിക്ക് നീയാണ് എൻ്റെ അവസാനത്തെ ആശ്രയം. അതുകൊണ്ട് ആ ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ടാണ്, വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്, അതാണ് വിശ്വാസ പ്രയോഗമെന്ന് പറയുന്നത്. വിശ്വാസം നമുക്ക് കൈമാറുന്നത് വിശ്വാസ പ്രകാശനമുണ്ട്, വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രയോഗമുണ്ട്. ആ ഉടമ്പടിയുടെ ഉപ്പ് അത് ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾക്കാണ് ഈ 90 ദിവസം. അത് ഒബേദ് ഹെരോദിൻ്റെ വീട്ടിൽ ഉടമ്പടി ഇരുന്ന ദിവസവും അയാൾക്ക് അനുഗ്രഹം ലഭിച്ച 90 ദിവസമാണ്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി അങ്ങനെ ഒരു 90 ദിവസം അങ്ങോട്ട് ഇല്ല. ശാശ്വതമാണ്. നീ ഇപ്പോൾ ഉടമ്പടി ഉഴപ്പിയാലും ശരി, ഉടമ്പടി വീണ് പോയാലും ശരി, നിൻ്റെ ഉടമ്പടി ദൈവത്തിൻ്റെ കയ്യിലുണ്ടാകും. അത് കാര്യം ദൈവത്തിന് മരണമില്ലല്ലോ. ഒരു ഇൻറ്റേറിയം പീരീഡിലായിട്ടല്ല ദൈവം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി നിത്യമാണ്. അതുകൊണ്ട് നീ വിശ്വസ്തത കുറവ് കാണിച്ചാലും ദൈവം വിശ്വസ്തനായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ശാശ്വതമായ ബന്ധമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 13:15. 2 ദിനവൃത്താന്തം 13:5. ശ്രദ്ധിക്കട്ടെ. രണ്ട് ദിനവൃത്താന്തം 13:5. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ലവണ ഉടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിന്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ലവണ ഉടമ്പടിയുടെ പ്രത്യേകത, ഉടമ്പടിയുടെ അടയാളമാണ് ഉപ്പ്. ആ ഉപ്പിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാശ്വതമായ ബന്ധമാണെന്നാണ്. ശാശ്വതമായ ബന്ധം അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഉടമ്പടി വീണ് പോയാൽ പിന്നെ അയ്യോ ചില പറയും ഞാൻ ഉടമ്പടി ചെയ്യത്തില്ല. എന്താ കാര്യം? അത് വീണ് പോകും. വീട്ടെ മക്കളെ, കർത്താവിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഉടമ്പടി ഭദ്രമായിരിക്കും. കാര്യം എന്താണ്? ദൈവത്തിന് ഉടമ്പടി ശാശ്വതമാണ്. പിന്നെ നിങ്ങളുടെ ടൈം കഴിയുമ്പോൾ തിരിച്ചു വന്നാലും കർത്താവ് ആ വിഷയം ടേക്കപ്പ് ചെയ്യും. കാര്യം എന്താ പറയുക? ഇതറിയണമെങ്കിൽ നിങ്ങൾ കാര്യം ഈ ദിവസം നടന്നൊരു ഷോണിൻ്റെ സാക്ഷ്യം നോക്കിയാൽ മതി. വൈക്കത്തുനിന്ന് ഷോൺ എന്ന് പറഞ്ഞൊരു മകൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരൊരു കമ്പനി ഡയറക്ടറാണ്. അവരുടെ ഭർത്താവ് പണ്ട് അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തെ, പണ്ട് കൃപാസനത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന, നമുക്കെതിരെ വരുന്ന ട്രോളൊക്കെ ഫേസ്ബുക്കിൽ ഒക്കെ ഷെയർ ചെയ്തിരുന്ന ആളാണ്. ഇത് കള്ളത്തരമാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഇതിനെ ആക്രമിച്ചിരുന്ന ഒരാളാണ്. അയാൾക്ക് വിശ്വാസം കുറവാണ്. പിന്നെ മദ്യപാന പ്രവണതകളും ആസക്തികളും കൊണ്ട് പല വിഷയം. ഇപ്പം കമ്പനിക്ക് ഇവർക്ക് 40-20 ലക്ഷം കടവുമായി. ഇവർക്കാരും ലോണ് കൊടുക്കണില്ല. കാര്യം ഇവർ കമ്പനിയുടെ ഡയറക്ടറായത് കാരണം ഒരു ലോണ് കിട്ടണില്ല.
അപ്പം അങ്ങനെ ബാങ്ക് ലോൺ അനുവദിക്കണില്ല, കടവുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇവർ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഭർത്താവും ഭാര്യയും കൂടിയാണ് വന്ന് ഉടമ്പടി എടുക്കാൻ വരണത്. അപ്പോൾ വന്ന് ഇവിടെ മുട്ടുകുത്തുമ്പോൾ ഒരു കൊച്ച് ഇവിടെ മുട്ടുകുത്തുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോൺ ഭർത്താവിനോട് പറയും, ഈ കൊച്ച് നേരത്തെ കേടാ, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലേ, എന്തിനാണ് മുട്ടുകുത്തണത്? അപ്പോൾ ചില ആൾക്കാർക്ക് മുട്ടുകുത്താൻ പാടല്ലേ. അപ്പം അതുകൊണ്ട് ചിലർ മുട്ടുകുത്തിയാലേ പ്രാർത്ഥന ഉള്ളോ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. ഈ മുട്ടുകുത്തണമെന്നത് എഴുന്നേക്കുന്നവർക്ക് എന്താ കഥയിരിക്കണത്, ഈ എവിടെയെങ്കിലും ഇരുന്ന് മനുഷ്യരെല്ലാം പ്രാർത്ഥിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ള. അതുകൊണ്ട് ഭാര്യയോട് ഭർത്താവ് പറയും, ഈ കൊച്ചിന് എന്നാത്തിൻ്റെ കേടാ, അവിടെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലേ. അത് കൊച്ചിവിടെ ഇരിക്കണം, അവരവിടെ പതുക്കെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇവരെഴുന്നേറ്റ് പോകുമ്പോൾ ഈ കൊച്ചു പുറകെ പോകും. കൊച്ചു ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി എന്തിനാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത്? അപ്പോൾ എൻ്റെ കമ്പനിയിൽ കടമാണെന്ന് പറയും. അപ്പോൾ പറയും, ചേച്ചി ഇന്ന് മുതൽ ചേച്ചി അമ്മയുടെ അടയാളം കണ്ടു തുടങ്ങുമെന്ന് പറയും. ഒരു കാര്യമാണ് പോക്കുണ്ടില്ല. ഇന്ന് മുതൽ ഇവർ ഇത്രയും അകലമുണ്ട്, പതുക്കെ പറഞ്ഞ കാര്യം ഇവൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവനെ മാതാവ് പറഞ്ഞ് വിടുകയാണ് ഇന്ന് മുതൽ. കാര്യം അവർക്ക് വിശ്വാസം കുറവല്ലേ. അപ്പോൾ ഇന്ന് മുതൽ ചേച്ചി അടയാളം കണ്ടു തുടങ്ങുമെന്ന് പറയും. പിന്നെ അടയാളങ്ങൾ ഇങ്ങനെ വരണത് കാണാം. ഇപ്പം ഈ ജീവിത പങ്കാളികൾ എന്താ ചെയ്യണത്, എല്ലാ ആഴ്ചയിലും കൃപാസദ്യ വരും എല്ലാ ദിവസവും. പക്ഷേ പെട്ടെന്ന് ഇവരുടെ കടങ്ങളെല്ലാം ബാങ്കിൽ നിന്ന് വിളിച്ചു, ഇവർക്ക് പേഴ്സണൽ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പേഴ്സണൽ ലോൺ അനുവദിച്ചതോടുകൂടി ഇവിടെ കടങ്ങളെല്ലാം അവസാനിച്ചു പെട്ടെന്നായി. അപ്പോൾ അടയാളം അവർ ആ കൊച്ചു പറഞ്ഞ് ശരിയാണ്, ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ അടയാളം കാണിച്ചുകൊണ്ടിരിക്കും. ഭർത്താവിനും അടയാളം കിട്ടി, അയാളുടെ മദ്യപാനമൊക്കെ അയാൾ അവസാനിപ്പിച്ചു. പെട്ടെന്നാണ് അയാൾക്ക് വിശ്വാസം കിട്ടി, അടയാളം കിട്ടി, മദ്യപാനം അവസാനിപ്പിച്ചു, ഇവരുടെ തന്നെ കടങ്ങളെ പരിഹരിച്ചു. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് എല്ലാ ആഴ്ചയിലും വരാൻ തുടങ്ങി. പക്ഷേ ഷോണിൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ച അതല്ല സംഭവം. ഷോൺ ഒരിക്കൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോണ പ്രാർത്ഥിയാണ്. അപ്പം അങ്ങനെ ഒത്തിരി പേരുണ്ട്, രാവിലെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് വൈകുന്നേരം പ്രാർത്ഥിച്ചിട്ട് പോകും. പക്ഷേ ഒരു ദിവസം ഇവർ കഴിഞ്ഞ ഒരു മാസമാണെന്ന് പറഞ്ഞു, ഒരു ദിവസം ഇവർ പെട്ടെന്ന് ഷോൺ എഴുന്നേറ്റിട്ട് ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് ഉടനെ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വൈക്കത്തുകാരാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞ്, എന്നാ മെഡിക്കൽ കോളേജ് വണ്ടാനത്ത് എന്തുമാത്രം ദൂരം ഉണ്ടെന്ന് നിനക്കറിയാവോ? 10-20 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അവർ വൈക്കത്തുനിന്ന് ആയത് കാരണം അങ്ങോട്ടല്ലേ പിന്നെ പോകണം, പിന്നെ തിരിച്ചു വരണ്ടേ. അപ്പോൾ അത് പറ്റത്തില്ല, നമുക്ക് പോകണമെന്ന് പറയും. പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ കാറുള്ളവരാണ്. കാറിൽ കയറി അവർ എന്തിന് ഇവർക്ക് പത്രം കൊടുക്കണം. അതാണ് മാതാവ് ഇവിടെ ഇരുന്നപ്പോൾ പത്രം കൊടുക്കാനും കാണിച്ചു. അപ്പം അങ്ങനെ പത്രം കൊടുക്കാൻ വേണ്ടി വണ്ടാനത്ത് മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. അവിടെ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഒരു ചേടത്തി അവിടെ ഇരിപ്പുണ്ട് വാദിക്ക്. കുറേ ആൾക്കാരൊക്കെ ഇവർക്ക് പത്രം കൊടുത്ത് ചേടത്തിയെടുത്ത് വരുമ്പോൾ പത്രം കൊടുക്കുക ചേടത്തിക്ക്. പത്രം കൊടുക്കുമ്പോൾ ഷോണി പത്രം കൊടുക്കുമ്പോൾ ചേടത്തിക്ക് വിറയും. ചേടത്തി പറയും, ഈ പത്രം ഞാൻ കുറേ വായിച്ചതാണ്, ഇതാണ് ഇപ്പോൾ എല്ലാവരും കൊണ്ടും തന്നതെന്ന് പറയും. അപ്പോൾ ഷോൺ ഉടമ്പടിയെക്കുറിച്ച് പറയും. അപ്പോൾ ആ ചേടത്തി പറയും, ഞാൻ അവിടെ ഉടമ്പടി എടുത്തതാണ് ഒരു കൊല്ലത്ത് മുമ്പ്, എനിക്ക് പുതുക്കാനൊന്നും ഒത്തില്ല എന്ന് പറയും. എൻ്റെ ഭർത്താവ് ആശുപത്രിയിലാണ്. അപ്പോൾ ഷോൺ ചോദിക്കും, എന്താ ഇവിടെ വന്നത്? ഭർത്താവ് ആശുപത്രിയിലാണെന്ന് പറയും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ 1 കൊല്ലം 2 കൊല്ലം മുമ്പ് ഉടമ്പടി എടുത്ത പാർട്ടിയാണെങ്കിലും ഉടമ്പടി പുതുക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും അവിടെ ക്ലേശങ്ങൾക്ക് അറുതിയൊന്നും ഇല്ലെങ്കിലും ഇവരെന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷോൺ നോക്കുമ്പോൾ ഈ പഴയ ആ 2 കൊല്ലം നമ്മൾ ഉടമ്പടി കാശിന് ഇവർ തിരുമ്മി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ വിശ്വാസ പ്രമാണം ചൊല്ലി എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഭർത്താവിന് മരുന്ന് മേടിക്കാൻ 3 പ്രാവശ്യം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കടം കൊടുത്തതാണ്. ഇനി കൊടുക്കത്തില്ല, ഇനി അയാളവിടെ കിടക്കാണ്ട് മാസങ്ങളായി, ഇനി കടം കൊടുക്കത്തില്ല, ഇനി കിട്ടണമെങ്കിൽ ഓണർ പറയണമെന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷോണിൻ്റെ അടുത്ത് ഇവർ ചോദിക്കുമ്പോഴാണ് ഈ വിഷയം അറിയണത്. പിന്നെ ഷോൺ പോയി ഇവരെയും കൂട്ടിക്കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആവശ്യമായ എല്ലാ മരുന്നും വാങ്ങിച്ചു കൊടുക്കും, സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്യും. പക്ഷെ അതല്ല, 2 കൊല്ലത്തിന് മുമ്പ് മുടങ്ങിപ്പോയൊരു ഉടമ്പടിയാണ്. പക്ഷേ ദൈവം അവർ ഉടമ്പടി പിന്നെ പുതുക്കിയിട്ടില്ല. പക്ഷെ ആ ഉടമ്പടി കാശിലും വെച്ചുകൊണ്ട് അവർക്ക് അത്യാഹിതം വന്നപ്പോൾ
അത് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അത് തിരുമ്മി അവർ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുമലാണ് മാതാവ് ഇവരെ പൊക്കിവിടാൻ കാര്യം. ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് ഉടമ്പടിയെക്കുറിച്ചൊരു ലെവലേശം ഓർമ്മയുണ്ടെങ്കിൽ ദൈവത്തിന് 100% നിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഉടമ്പടി വീണ് പോയവർ ആരും പേടിക്കരുത്. നേരെ തിരിച്ചു വരിക, നിങ്ങൾക്ക് പറ്റണ പോലെ ഉടമ്പടി പാച്ചപ്പ് ചെയ്യുക. ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് 2 തിമോത്തി 2:13 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 തിമോത്തി 2:13 പറഞ്ഞേ. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും കേൾക്കട്ടെ, പറഞ്ഞേ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഉടമ്പടി നിങ്ങൾക്കറിയാവോ? ഒന്നുകൂടി പറഞ്ഞ ആ വചനം ഒന്നുകൂടി വായിച്ചേ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. നമ്മൾ അവിശ്വസ്തരായിരുന്നു. 2 തിമോത്തി 2:13 എന്താ പറഞ്ഞത്? നമ്മൾ ഉടമ്പടിക്ക് അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. കാരണം എന്താണ്? തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. എന്നുവെച്ചാൽ ഉടമ്പടിയെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പോൾ നിൻ്റെ ഉടമ്പടിയെ നിഷേധിക്കാനോ അത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിലും നിൻ്റെ ഉടമ്പടിയെ ദൈവം നിഷേധിച്ചിട്ടില്ല. ഇപ്പോഴും കൈയടിച്ച് കർത്താവിനെ ഉടമ്പടിയിലൂടെ ഞങ്ങളോട് ശാശ്വതമായ സ്നേഹം കാട്ടുന്ന അവിടുത്തെ സ്നേഹത്തെ നന്ദി പറയുന്നു. ഈശോയെ, ഉടമ്പടി നിബന്ധനകള് കൂടുതൽ വിശ്വസ്തയോടെ പാലിക്കുവാൻ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയുടെ ഉപ്പിനെ കുറിച്ചും ദൈവത്തെ അവകാശമായി കിട്ടുന്നതിനെക്കുറിച്ചും പറയുന്നത് സംഖ്യ 18:19. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സംഖ്യ 18:19. സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അപ്പോൾ നിരാഞ്ജനമായി സമീപിക്കുക എന്ന് വെച്ചാൽ കവനൻ്റ് ഓഫ് സാൾട്ട് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൽ എഴുതിയിരിക്കണേ, ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഉപ്പ് തളിച്ചത് ദൈവത്തിൻ്റെതാണ്. അതാണ് ഉടമ്പടി ഉപ്പിൻ്റെ പ്രത്യേകത. ഉപ്പ് തളിച്ചത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ദൈവത്തിന് അവകാശപ്പെട്ടത് അഹറോന് അവകാശപ്പെട്ടതാണ്. അതാണ് 18:20 പറയുന്നത്. സംഖ്യ 18:20. ശ്രദ്ധിക്കട്ടെ. 18:20 കർത്താവ് അഹറോനോട് അരുളി ചെയ്തു. ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. എൻ്റെ മക്കളെ ഒന്ന് നോക്കിയേ, ഉപ്പ് പോണ പോക്കുണ്ടല്ലേ? അതായത് ഉപ്പ് പ്രയോഗിക്കുന്നവർ, നമ്മൾ വിശ്വാസ പ്രയോഗമാണ് നമ്മുടെ വിഷയം. ഉപ്പ് പ്രയോഗിക്കുന്നവർ എന്താ പറയണത്? കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി. ദാറ്റ് മീൻസ് അത് തന്നെയാണ് നമ്മൾ പറയണത്. അത് തന്നെ ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ്.
നമ്മൾ സങ്കീർത്തനം വായിക്കത്തില്ലേ? സങ്കീർത്തനം 16:5 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. സങ്കീർത്തനം 16:5. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ഒന്ന് പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അപ്പോൾ എൻ്റെ ഓഹരി കർത്താവാണ്. എനിക്ക് വേറെ ഓഹരിയൊന്നുമില്ല, എനിക്ക് വേറെ മെരിട്ടൊന്നുമില്ലെന്നാണ് പറയണത്. എനിക്ക് വേറെ മെരിട്ടൊന്നുമില്ല. ആ ബെന്നി ജോസഫ് ഉപ്പ് വിതറുമ്പോൾ പറയണതാണ്, എൻ്റെ ഓഹരി കർത്താവാണ്. കർത്താവിന് ഇടപെട്ടാൽ മാത്രമേ ഇതിനൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. ജെയ്സൺ വർക്ക് ചെയ്യുമ്പോഴും ജെയ്സനും പറഞ്ഞത് എന്താണ്? ജെയ്സൺ തോമസും പറയുന്നതിൻ്റെ എന്താ പറയണത്? എനിക്ക് ഈ കമ്പനിയിൽ 1 കോടി രൂപ ശമ്പളമുള്ള ആൾക്കാർ നിൽക്കുന്നുള്ള കാലം കമ്പനി രക്ഷപ്പെടത്തില്ല. എനിക്കാണെങ്കിൽ ശമ്പളം കിട്ടിയിട്ടുമില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിനാണ് ഈ സംഭവം. ഉപ്പ് പറയണ ഉപ്പൊരു പ്രതീകമാണ്. എഫെസ്യസ് 2:8 പ്രതീകമാണ്. എന്താണ്? എൻ്റെ ഓഹരി കർത്താവാണ്. അതാണ് സംഖ്യ 18:20 പറയണത്. ഇസ്രയേലിൽ നിനക്ക് വേറെ ഓഹരിയില്ല. മാനുഷികമായിട്ടോ ബുദ്ധിയോ ശക്തിയോ മറ്റു മാർഗങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാനാണ് നിൻ്റെ ഓഹരി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തമ്മിൽ ലിങ്ക്ഡാണ്. സംഖ്യ 18:20 എഫെസ്യസ് 2:8 തമ്മിൽ വിശ്വാസ പ്രയോഗത്തിൽ ഒരേ അനുഭവമാണ്. വൺ ആൻഡ് സെയിം എക്സ്പീരിയൻസ് ഓഫ് ഗാഡ് ത്രൂ ദ മീഡിയം ഓഫ് ദിസ് സാൾട്ടിങ് എന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രയോഗമാണ്. പക്ഷെ പ്രയോഗിക്കുന്നവരെ സത്യസന്ധമായിട്ട് പ്രയോഗിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത് അധീന സെലിൻ USA ഡോക്ടറാണ്. അധീന സെലിൻ USA ഡോക്ടറാണ്. അപ്പോൾ സെലിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സാക്ഷ്യത്തിൻ്റെ റാങ്കിങ് കണ്ടില്ലേ? സെലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ട്രബിളിനാണ്. കാര്യം ഇവൾ ദന്തിസ്റ്റാണ്. അപ്പോൾ ഈ ദന്തിസ്റ്റ് ആകുമ്പോൾ ഇവർ ദന്തിസ്റ്റായിട്ട് ഇവിടുത്തെ പഠനങ്ങളെല്ലാം പൂർത്തിയായിട്ട് അമേരിക്കയിൽ ദന്തിസ്റ്റ് ജോലിക്ക് വേണ്ടി ഇവർ ഭർത്താവിൻ്റെ കൂടെ അമേരിക്കയിൽ പോയി. പക്ഷേ ആൾക്കാർ പറഞ്ഞത് മണ്ടത്തരമാണ്. ദന്തിസ്ട്രി ആരും എടുക്കാത്ത ഒരു സിലബസാണ്. വല്ല നേഴ്സാ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും, കഞ്ഞി വെച്ച് പോകാം. ദന്തിസ്ട്രിയും കൊണ്ടിരുന്നത് എന്ത് കാണിക്കാനാണ്? അമേരിക്ക ഒത്തിരി ഡെവലപ്ഡ് കൺട്രിയാണ്, അവിടെ പറ്റത്തില്ലെന്ന് പറയും. അത് സെലിൻ അധീന നോക്കുമ്പോൾ ശരിയാണ്. അമേരിക്ക കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവർ സൈറ്റിൽ നോക്കിയപ്പോൾ എന്താ പറയണത്? ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന അവർ വളരെ ആഘോഷമായിട്ട് വിളിക്കുന്നതാണ്. എന്ന് വെച്ചാൽ വരത്തന്മാരെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവർ അമേരിക്കൻസിൻ്റെ ഒക്കെ രീതി അതാണ്. നമ്മളെ വരത്തതെന്ന് അവർ നേരിട്ട് വിളിക്കത്തില്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പിന്നെ 250 സീറ്റേ ഉള്ളൂ, ബാക്കി എല്ലാ സീറ്റും അവർക്കാണ്. 250 സീറ്റാണ് ഉള്ളത്. അതിൽ നിന്ന് ഇവൾക്ക് ദന്തിസ്ട്രിയിൽ സീറ്റ് വേണം. പക്ഷേ ഇവർക്ക് ബേസിക്സാണ് ഉള്ളത്. അതിനൊക്കെ ബേസിക്സേ ഉള്ളൂ ദന്തിസ്ട്രിയുടെ. നമ്മുടെ പഠനങ്ങളാണ് ഉള്ളത്. അവിടെ ഇതിന് 250 സീറ്റിന് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള, അതുപോലെ തന്നെ മറ്റ് ഫിലിപ്പൈൻസ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള 130 പേര് വരെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം ആപ്ലിക്കേഷൻ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം സ്പെഷ്യലിസ്റ്റുകളാണ്. അതാത് രാജ്യങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി MD ഡിഗ്രി ഉള്ളവരാണ് വന്ന് ഇവർ ബേസിക്സാണ്. അവർ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേക പരീക്ഷ ഉണ്ട്. ഇത് എൻട്രൻസ് കിട്ടാണ്. ആ പരീക്ഷയ്ക്ക് പങ്കെടുക്കുമ്പോൾ അവർ കൺഫ്രണ്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം MD ആൻഡ് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർ സ്പെഷ്യലിസ്റ്റും ഗ്രാജുവേറ്റ്സുകളൊക്കെയാണ്. ഇവർക്ക് ബേസിക്സേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ബേസിക്സ് എന്താ? ഇവരെന്താ ചെയ്യണത്? ഇവർ പറയണത് എനിക്ക് ആപ്പടെ ആസ്തി ഉടമ്പടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സംഖ്യ 18:20 ഇസ്രയേലിൽ നിനക്ക് വേറെ അവകാശമില്ല, നിനക്ക് ലോകത്തിൻ്റെ ഡിഗ്രി ഒന്നുമില്ല, നിനക്ക് അതിന് ഇവർക്ക് കയറി പറ്റാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു മെറിറ്റ് ഇവർക്കില്ല. അതാണ് ഈ മെറിറ്റെന്ന് പറയണത്. മെറിറ്റില്ല ഇവർക്ക്. ഇവരെന്ത് ചെയ്യും? ഇവർ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ബാക്കി കൊണ്ട് ഉപ്പ് വിതറും. ആ സാക്ഷി നിങ്ങൾ കേൾക്കാം. ഓരോരുത്തർ ഈ കാലത്ത് ഡോക്ടർമാരായാലും ആരായാലും അവർക്ക് സത്യം അറിയുന്നവർ എങ്ങനത്തെ പ്രയോഗിക്കണം എന്നറിയാം. എന്താ അവർ പറയുന്നത്? എന്താണ്? കർത്താവേ, എനിക്ക് എൻ്റെ മുമ്പിലുള്ള ഞാൻ കൺഫ്രണ്ട് ചെയ്യണത് ആരോടാണ് ഞാൻ ചെയ്യേണ്ടത്? ഇവിടെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർ സ്പെഷ്യലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത്.
അവിടെ മുമ്പിൽ ഞാൻ ബേസിക്സ് ഉള്ള ഞാൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് എൻ്റെ അവകാശം നീയാണ്, എൻ്റെ ഡിഗ്രി അല്ല എൻ്റെ അവകാശം. ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ് എന്ന് പറയണത് എന്താണ്? അത് ചങ്കി പറഞ്ഞ് പറയണതാണ്. എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, എനിക്ക് വേറെ അവകാശമില്ല ഇസ്രയേലിൽ. ഇസ്രയേലിൽ നിനക്ക് വേറെ അവകാശമില്ല, ഞാനാണ് നിൻ്റെ അവകാശം എന്ന് പറയത്തില്ലേ? ദൈവമാണ് എൻ്റെ അവകാശമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പ് കൊണ്ട് ഈ വിഷയം. അത് വിശ്വാസപ്രയോഗമാണ്, വിശ്വാസം പ്രയോഗിക്കുകയാണ്. എന്താ സംഭവിച്ചത്? മാതാവ് ഒരു കളി ഇതിനകത്ത് കളിക്കും. അമ്മ ഭയങ്കര സംഭവമാണ്. അമ്മ എന്നാ ചോദിച്ചത്? ഇവളെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെക്കും. അതാണ് രസം. ഇവളെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെക്കും, ഇവളുടെ പാനലിൽ. നമ്മൾ റിസൾട്ട് വരുമ്പോഴുണ്ട് ഇവൾക്ക് അതിൻ്റെ അഡ്മിഷൻ കിട്ടും. അതായത് അമ്മയ്ക്കറിയാം. അതായത് ദൈവത്തിൻ്റെ ധാരണയെന്ന് പറഞ്ഞത് നമ്മളുടെ ധാരണയല്ല. ഒരു കാര്യം എങ്ങനെയാണ് മൊബിലൈസ് ചെയ്യണമെന്ന് ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. നിനക്ക് വേണ്ടി നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കാത്ത സംഭവങ്ങൾ ദൈവം, അതാണ് നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ ഉത്തരം, സമാധാനം നിങ്ങളുടെ ചിന്തകളെ അതിലംഘിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതായത് ദൈവം ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെച്ച് കൊടുക്കും, അതോടുകൂടി എല്ലാം സെറ്റാവും, ഇവിടെ ഓക്കെ ആവും, ഇവർക്ക് അഡ്മിഷൻ കിട്ടും. ദാറ്റ് മീൻസ് വിശ്വാസം പ്രയോഗിക്കുന്ന രീതികളും ആ വിശ്വാസം പ്രയോഗിക്കേണ്ട സമയത്ത് അതിനൊക്കെ എൻ്റെ മക്കളെ ഉടമ്പടി ഇപ്പോൾ തന്നെ പഴയ ഉടമ്പടി പുസ്തകം 300 പേജാണ്. ഇനി ഇത് റിവൈസ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് വോളിയം 200 പേജ് വേറെ വരും. കാര്യം അത്ര കണ്ട് പഠിക്കേണ്ട സംഭവമാണിത്. കാര്യം നമ്മൾ ആ പുസ്തകം എഴുതുമ്പോൾ ഇത്രയും വലിയ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരൊന്നും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് ഉടമ്പടിയിൽ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ ഉടമ്പടി പ്രയോഗിച്ചതിൻ്റെ അനുഭവശാസ്ത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്ങനെയാണ് ഇവർ പ്രയോഗിക്കണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എപ്പോഴും ഓർക്കണത്, ഉപ്പ് എറിയുമ്പോൾ ഓർക്കണം, എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, എനിക്ക് ഭൂമി കർത്താവല്ലാതെ വേറെ അവകാശമില്ല. അതാണ് ഉപ്പിൻ്റെ പ്രയോഗം, അതാണ് വിശ്വാസ പ്രയോഗം. കൈയിട്ടിച്ച് കർത്താവിനെ ചൊല്ലി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഹാളിലുള്ള തീർത്ഥാടന ഉടമ്പടിയായിട്ട് വന്നിട്ടുള്ളവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് രോഗമുള്ള അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിച്ച് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അപ്പോൾ ശരീരത്തിൽ മാറി മാറി കൈകളെ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേ നിൽക്കണം. നിങ്ങൾക്ക് രോഗങ്ങളില്ലെങ്കിൽ രോഗമുള്ള നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ അടുപ്പക്കാരും അവരെ ഓർത്തിട്ട് അവരുടെ രോഗാതീതമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ശരീരത്തിൻ്റെ അവസ്ഥകളെ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ ഉദരത്തിലാണെങ്കിൽ ഉദരത്തിൽ, നെഞ്ചിലോ കഴുത്തിലോ എവിടെയാണ് അവരുടെ രോഗം അവിടെ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിച്ച് തീരുന്നവരെ നിങ്ങളെ സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ദൈവം, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ, നിൻ്റെ വിശുദ്ധമായ തിരുമുറുപാർന്ന വലതുകരം മക്കളുടെ ശിരസ്സിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധ്യബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും ആമാശയത്തിലും അണ്ടാശയങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. ഈശോ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ രക്തധമനികളിലെ ക്യാൻസർ കോശങ്ങൾ, സിസ്റ്റുള്ളവരെല്ലാം കർത്താവിൻ്റെ രക്തം, കരളിൽ വേദനയുള്ളവരെ, കരൾ രോഗമുള്ളവരെ, കിഡ്നി രോഗികൾ, കിഡ്നി ചുരുങ്ങുന്നവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ.
കർത്താവ് സ്പോണ്ടിലോസ് അസുഖമുള്ളവരെ, പിൻകഴുത്തിന് വേദനയുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്, അഡിനോയിഡിൻ്റെ രോഗമുള്ളവരെല്ലാം കർത്താവിൻ്റെ അകത്ത് നിരട്ടെ. കൈ സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാതെ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മക്കളില്ലാത്തവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ എല്ലാം കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ കർത്താവിൻ്റെ അകത്ത് നിരട്ടെ. അസ്ഥി വേദനയുള്ള, അസ്ഥിക്ക് മുഴയുള്ളവരെ എല്ലാം കർത്താവിൻ്റെ അകത്ത് നിരട്ടെ. 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, സകല വ്യാധികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാ രോഗികളെയും സമർപ്പിച്ച് സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. പ്രിയമക്കളെ, ജോലിയില്ലാത്തവരെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വീട്ടിലേക്ക് വഴിയില്ലാത്തവരെ, വീട് ഉറഞ്ഞു വീണിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റാതിരിക്കുന്നവരെ, വീട് പൊളിച്ചു പണിയേണ്ട അംഗങ്ങളുടെ എണ്ണവും കുഞ്ഞുങ്ങളുടെ പ്രായവും കഴിഞ്ഞപ്പോൾ വീട് പൊളിച്ചു പണിയാതെ നിവൃത്തിയില്ലാത്തവരെ, ഇതുപോലെ വെള്ളക്കയറ്റമുള്ള വീട്, ജീവിത സാഹചര്യങ്ങൾ, അവിടെ സമാധാനത്തെ പൊറുക്കാൻ പറ്റാത്ത അവസ്ഥകൾ, സാമ്പത്തികമായ കടങ്ങൾ, വരുമാന മാർഗമില്ലാത്തവരെ, കടങ്ങളും പലിശ കയറ്റവും, മറ്റ് അന്യാധീനപ്പെട്ടു പോയ സമ്പത്ത്, അതിൻ്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു കിട്ടാത്തവർ, അതുപോലെ തന്നെ വാടകയ്ക്ക് ഒഴിഞ്ഞു പോകാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വീടില്ലാത്തവർ, ജോലിയില്ലാത്തവരെ, പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, പ്രൊഫഷണൽ പരീക്ഷയായാലും അക്കാഡമിക് പരീക്ഷയായാലും സ്കൂൾ പരീക്ഷയായാലും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർ, തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവർ, അവർക്ക് വർഷങ്ങളായി വിദേശത്ത് ജയിലിൽ കിടക്കുന്നവരെ, ജോലിയില്ലാത്ത വിദേശത്ത് കുടുങ്ങിപ്പോയവരെ, വിസയിൽ തട്ടിപ്പിരിപ്പെട്ടിരിക്കുന്നവരെ, പണം നഷ്ടപ്പെട്ടു പോയവരെ, സാങ്കേതിക രേഖയില്ലാത്തവരെ, പഠനം നിന്ന് പോയവർ, പല യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പഠിക്കാൻ പോയവർക്ക് പഠനം നിന്ന് പോയവർ, മറ്റു രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, രാജ്യങ്ങൾ മാറാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ, പല രേഖ കിട്ടാത്തവർ, മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, കർത്താവ് വരുമാന മാർഗമില്ലാത്തവർ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വിവാഹ മോചനം നേടാൻ വേണ്ടി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, എല്ലാം ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. Lord Jesus Christ, pour out your spirit, touch with the fire finger, soak with the precious blood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ദൈവിക നാമത്തിൽ നിന്റെ തടസ്സങ്ങളും ദോഷങ്ങളും ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. സാക്ഷികളായി പ്രാർത്ഥിക്കുന്നു. എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ട നീക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. അച്ഛൻ എന്തെങ്കിലും പ്രാർത്ഥന വിട്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ, ഇപ്പോൾ നിങ്ങൾ മൗനമായി മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ കണ്ണീരോടെ തീർത്ഥാടന ഉടമ്പടിയായിട്ട് ഇവിടെ അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും മുട്ടയിൽ നിന്ന് മൗനമായി നിങ്ങളുടെ ജീവിത അവസ്ഥകൾക്കും ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
ഒരു നിമിഷം മൗനമായിട്ട് നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മളിപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദിവ്യകാരുണ്യ അൾത്താരയിൽ ഇറക്കി വയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ